അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. മർഹബൻ 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 യാ തുല്ലാബ്, അഹ്ലൻ വസഹ്ലൻ യാ തുല്ലാബ്. എൻ്റെ +1 ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഓൾറെഡി +1 ക്ലാസ്സിൻ്റെ ക്രിസ്മസുമായി എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ യൂണിറ്റിൻ്റെ മൂന്നാമത്തെ മൊഡ്യൂളിൻ്റെ ഫസ്റ്റത്തെ ചാപ്റ്റർ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ എക്സാം വിന്നർ യൂട്യൂബിൽ എന്താ എടുത്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വന്നിട്ടുള്ളത് രണ്ടാമത്തെ ചാപ്റ്ററും പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മൂന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്ന് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഓക്കെ ആയിട്ടിരിക്കുക, എല്ലാവരും ഉഷാറായിട്ട് ഇരുന്നോളൂ. നമുക്ക് എന്ത് ചെയ്യാം, മനോഹരമായിട്ട് ക്ലാസ് തുടങ്ങാം. ഓക്കെ, എല്ലാവരും റെഡിയാണല്ലോ അല്ലേ? എല്ലാവരും റെഡിയാണല്ലോ. നോക്കൂ, നമ്മുടെ ഹെഡിങ് പറയുന്നത് എന്താ, അസ്സിഹത്തു വനമത്തുൽ ഹയാത്ത് അല്ലേ? ഹെഡിങ് തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. നമ്മൾ തൊട്ട് മുമ്പേ ഉള്ള ചാപ്റ്ററും ഡിസ്കസ് ചെയ്തിരുന്നത്, പഠിച്ചിരുന്നത്, ചർച്ച ചെയ്തിരുന്നത് നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു. അപ്പോൾ ഈ ഒരു പാഠത്തിലൂടെയും നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്തണം, ആരോഗ്യം മെച്ചപ്പെടുത്താൽ എന്തൊക്കെ ഗുണങ്ങൾ കിട്ടും, ആരോഗ്യം മെച്ചപ്പെട്ട ഒരാളും ആരോഗ്യം മെച്ചപ്പെടാത്ത ഒരാളുടെയും ജീവിതം അത് എങ്ങനെയായിരിക്കും, അപ്പോൾ എത്രത്തോളം ആരോഗ്യത്തിന് അല്ലേ, നമ്മുടെ ഫിസിക്കൽ ആരോഗ്യത്തിന് നമുക്ക് എത്രത്തോളം കടമകളുണ്ട്, ബാധ്യതകളുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ നോക്കുന്നത്. ഓക്കെ, നോക്കാം അല്ലേ, പാഠം നോക്കാം. വരൂ മക്കളെ. അസ്സിഹത്തു വനമത്തുൽ ഹയാത്ത്. അസ്സിഹത്ത് എന്താ, സിഹത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യം, അതുപോലെ തന്നെ വനമത്തുൽ ഹയാത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ജീവിത ശൈലി. അപ്പം നെമത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ശൈലി എന്നാണ് അർത്ഥം. അൽ ഹയാത്ത് എന്ന് പറഞ്ഞാൽ ജീവിതം. അപ്പം ജീവിത ശൈലിയും ആരോഗ്യവും തമ്മിൽ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് പറയുന്ന മനോഹരമായ ഒരു ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, എല്ലാവരും റെഡിയാണല്ലോ. നോക്കൂ, അസ്സിഹത്ത് ആരോഗ്യം എന്നുള്ളത് നിഅ്മത്തും മിൻ നിഅ്മില്ലാഹി തആല, മിൻ നിഅ്മില്ലാഹി തബാറക വ തആല അല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ നിഅ്മത്താണ്, ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നിഅ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ, അനുഗ്രഹം അല്ലേ? അപ്പോൾ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ത് പൊന്നുമക്കളെ, ആരോഗ്യം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് കനിഞ്ഞ് നൽകിയിട്ടുള്ള ഏറ്റവും വലിയൊരു സംഗതിയാണ്, ഏറ്റവും വലിയൊരു നിഅ്മത്താണ്, ഒരു അനുഗ്രഹമാണ് ആരോഗ്യം എന്നുള്ളത്. നോക്കൂ, വഹിയ അതെന്നുള്ളത് ഹാലത്തു തഖാമുലിസ് സലാമത്തിൽ ജസദിയ വ നഫ്സിയ വൽ ഇജ്തിമാഇയ അല്ലേ. അപ്പോൾ ആരോഗ്യമെന്ന് എന്താന്ന് കൃത്യമായിട്ട് ഡെഫിനിഷൻ ചെയ്യാണ് നമ്മളോട് പറയുന്നു. വഹിയാലത്തു തഖാമുലിസ്സലാം, അതൊരു പരിപൂർണമായിട്ടുള്ള ഒരു രക്ഷയുടെ എന്താണ്, ഒരു രക്ഷയുടെ വാതിലാണ്, ഒരു രക്ഷയുടെ എന്താണ്, ഒരു പരിപൂർണതയാണ്. ഏതിലൊക്കെ നമ്മൾ രക്ഷപ്പെടണം, എന്തിലൊക്കെ നമ്മൾ കഴിച്ചിലാകണം, അൽ ജസദിയ അല്ലേ. അപ്പോൾ ശാരീരികമായിട്ടുള്ള ആരോഗ്യം നമ്മൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ വ നഫ്സിയ, അതായത് മാനസികമായിട്ടുള്ള ആരോഗ്യം നമ്മൾ എന്ത് ചെയ്യണം, മെച്ചപ്പെടുത്തണം. അതുപോലെ തന്നെ വ ഇജ്തിമാഇയ, സാമൂഹികപരമായിട്ട് ആരോഗ്യം നമ്മൾ മെച്ചപ്പെടുത്തണം. അപ്പം നമ്മുടെ സ്വന്തം ശരീരം മാത്രം നോക്കിയാൽ പോരാ, നമ്മൾ സമൂഹത്തിൽ ഇടപെടുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒരാളുടെ മാനസികാരോഗ്യം അല്ലേ, മാനസികാരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ശാരീരിക ആരോഗ്യം എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകമായിട്ട് എന്ത് ചെയ്യണം മക്കളെ, ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നോക്കൂ, ലാ മുജറദൽ ഖുലൂബു മിനൽ മർളി അവിൽ അജ്സ്. ലാ മുജറദ, ഈ ആരോഗ്യം എന്ന് പറഞ്ഞാൽ അതെന്തല്ല, ലാ മുജറദ അതെന്തല്ല, ഒഴിവാവലല്ല. എന്തിൽ നിന്ന് ഒഴിവാവലല്ല, ലാ മുജറദ അത് വെറും എന്തല്ല, ഹുലൂബ് ഒഴിവാവലല്ല, മിനൽ മറള് രോഗത്തിൽ നിന്ന് അങ്ങോട്ട് ഒഴിവായി കഴിഞ്ഞാൽ ആരോഗ്യം മെച്ചപ്പെടുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം ഈ ആരോഗ്യം എന്ന് പറഞ്ഞാൽ അത് വെറും രോഗം വരാതിരിക്കുന്ന അവസ്ഥ മാത്രമല്ല, മറിച്ച് ജസദീയ, സാമൂഹികപരമായിട്ടും മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, മെച്ചപ്പെടണം. അതാണ് പറഞ്ഞത് എന്ത്, ലാ മുജറദ അത് വെറും എന്തല്ല, ഹുലൂബ് ഒഴിവാവലല്ല, മിനൽ മറള് ഒരു രോഗമില്ലാത്ത അവസ്ഥക്ക് മാത്രമല്ല. അതുപോലെ തന്നെ അവിൽ അജിസ്, വല്ല അക്ഷതയോ അതുപോലെ തന്നെ രോഗം വരുന്നു, രോഗമില്ല എന്ന് പറഞ്ഞാൽ അവൻ ആരോഗ്യവാനാണ് എന്നല്ല അർത്ഥം. മറിച്ച് എന്താണ്, അവനക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും അതുപോലെ തന്നെ സാമൂഹികപരമായിട്ടും എന്ത് ചെയ്യണം, അവൻ്റെ ആരോഗ്യം അവനക്ക് മെച്ചപ്പെടുത്തിയെടുക്കണം. നോക്കൂ, ലൈസത്തു ഹിമായത്തു സിയത്ത് മസ്ഊലിയത്തൻ ശഖ്സിയ, എന്താ പറയുന്നത്, എന്താ ലൈസത്തുൽ ഹിമായത്തു സിയ, ഈ സിഹത്ത് ആരോഗ്യ സംരക്ഷണം എന്നുള്ളത് അതല്ല, മസ്ഊലിയത്തൻ ഉത്തരവാദിത്തമല്ല, ശഖ്സിയൻ വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്തമല്ല. അപ്പോൾ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുക എന്നുള്ളത് അതൊരു വ്യക്തിപരമായിട്ടുള്ള ഉത്തരം മാത്രം, ഫഖത്ത് അത് മാത്രമല്ല, ബൽ മറിച്ച് യൻബഗി അനിവാര്യമാണ്
എന്താണ് അൻ തകൂന ജുഹ്ദൻ ജമാഇയൻ അല്ലേ, അതിനുവേണ്ടി പോരാടൽ. അപ്പം നല്ലൊരു മെച്ചപ്പെട്ട ആരോഗ്യം നമ്മൾ നേടിയെടുക്കണമെങ്കിൽ അതെന്ത് ചെയ്യണം, കൂട്ടമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ കൂടണം. അപ്പം കൂട്ടമായി കൂടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂ, മെച്ചപ്പെട്ടിട്ടുള്ള ആരോഗ്യം സൃഷ്ടിച്ചെടുക്കാൻ കഴിയൂ. നോക്കൂ, വൽ അഫ്രാദ് വൽ ഉസ്ർ വൽ മുജ്തമി അല്ലേ, ഇജ്മാ ചെയ്യണം. മുജ്തമി എന്ന് പറഞ്ഞാൽ എന്താ, ഒരുമിച്ച് അല്ലേ. അപ്പം എല്ലാവരും കൂടെ നിൽക്കണം. അതുപോലെ തന്നെ കുടുംബപരമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, മെച്ചപ്പെടുത്തണം. അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടും. അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ ഒറ്റാക്ക് മാത്രമല്ല, അവൻ്റെ വ്യക്തിപരമായിട്ടും അവനക്ക് ഉത്തരവാദിത്തമുണ്ട്, അതുപോലെ തന്നെ കുടുംബക്കാരിലും അവനക്ക് ഉത്തരവാദിത്തമുണ്ട്, അതുപോലെ തന്നെ കൂട്ടമായിട്ടുള്ള ഉത്തരവാദിത്തം എന്തിലുണ്ട്, ആരോഗ്യ സംരക്ഷണം എന്നുള്ള മേഖലയിലുണ്ട്. നോക്കൂ, അത്താനസ്തതി അൻ നഖൂമ ബി ദൗറിന ഇജ്തിമാഇയൻ വൽ ഇൻസാനിൻ ഖൈറുൽ ഖലാം ഖൈറ ഖിയാമിൻ അത്താനസ്തതി അൻ തഖൂമ ബി ദൗറിന അല്ലേ, ഇജ്തിമായി നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടമായി ചെയ്യണം. അതുപോലെ തന്നെ ഇൻസാനിയൻ അല്ലേ, മനുഷ്യരോടൊപ്പം അല്ലേ, മാനുഷികപരമായിട്ട് എന്ത് ചെയ്യണം, അവരോടൊക്കെ കൂടിയിട്ടുണ്ട് എന്ത് ചെയ്യണം, അവരോടൊക്കെ മാനസിക നിലയെ, അതുപോലെ തന്നെ അവരോടൊക്കെ ആരോഗ്യത്തെ നമ്മൾ എന്ത് ചെയ്യണം, മെച്ചപ്പെടുത്തിയെടുക്കണം. അവരോടൊക്കെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തിയെടുക്കാനുള്ള ഉത്തരവാദിത്വം അത് നമ്മളിൽ എന്താണ്, നിക്ഷിപ്തമാണ്. മനസ്സിലായോ? വലാ ശക്ക ഇന്ന തഗയ്യുറാത്തിൽ മുദ്ഹില ഫീ നമത്തിൽ ഹയാത്തി ബിസബബി തത്വവിറാത്തി സ്വനാഇയ്യ വൽ ഇസ്തിലാലിയ്യ വൽ ഔലമതു വൗരിഹ അദ്ദത് ഇലാ കസീർ മിനൽ അംറാദ്. പറയാണ്, നമ്മുടെ ഈ പാഠം പറഞ്ഞു വെക്കുകയാണ് എന്ത്, ഒരു സംശയവുമില്ല. വലാ ശക്ക എന്ന് പറഞ്ഞാൽ എന്താ, വലാ ലാ ശക്ക വലാ റൈബ ഫിയ, എന്താ അതിലൊരു സംശയവുമില്ല. നോക്കൂ, വലാ ശക്ക ഇന്ന തഗയ്യുറാത്തിൽ മുദ്ഹില അല്ലേ, നമ്മുടെ ഈ മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മുടെ ആരോഗ്യനില എന്താണ്, വളരെ ദുരിതത്തിലാണെന്നാണ് പറയുന്നത്. നോക്കൂ, വലാ ശക്ക ഇന്ന തഗയ്യുറാത്തിൽ മുദ്ഹില ഫീ നമത്തിൽ ഹയാത്ത്, നമ്മുടെ ഈ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ അല്ലേ, ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ബിസബബി തത്വവിറാത്ത് അല്ലേ, വാവസിക പുരോഗതികൾ കാരണം. എന്ത് വിഷയത്തിലുള്ള പുരോഗതിയാണ്, തത്വവിറാത്ത് എന്ന് പറഞ്ഞാൽ പുരോഗതിയാണ്. എന്തിലുള്ള പുരോഗതി, സിനാഇയ എന്ന് പറഞ്ഞാൽ എന്താ, വ്യാവസായിക അല്ലേ, വ്യവസായിക വികസനം. അപ്പോൾ വ്യവസായിക വികസനത്തിലുള്ള പുരോഗതികൾ കാരണം. അതുപോലെ തന്നെ ഇസ്തിഹിലാക്കിയ എന്ന് പറഞ്ഞാൽ എന്താ, ഗ്ലോബലൈസേഷൻ. അപ്പം ഗ്ലോബലൈസേഷൻ പരമായിട്ടുള്ള പുരോഗതി അല്ലേ, ആഗോളവൽക്കരണം കാരണം. അതുപോലെ തന്നെ വ്യാവസായിക വൽക്കരണമൊക്കെ കാരണത്താൽ ഒരുപാട് മെച്ചപ്പെട്ട ആരോഗ്യനില എന്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കൂ, ആ കാരണത്താലൊക്കെ നമ്മൾ ആരോഗ്യം എന്ത് ചെയ്യുന്നുണ്ട്, അത് വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നോക്കൂ, അദ്ദത് ഇലാ കസീർ മിനൽ അംറാദ് അല്ലേ. അപ്പം വ്യാവസായികപരമായിട്ടും ആഗോളപരമായിട്ടൊക്കെ നമ്മുടെ ജീവിതശൈലി മാറുമ്പോൾ ഒരുപാട് രോഗങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു, അത് നമ്മളെ നയിക്കുന്നു. നോക്കൂ, പറയുന്നത് എന്താ, മിസില പോലെ. മിസില എന്ന് പറഞ്ഞാൽ എന്താ, പോലെ. എന്ത് പോലെ, മിനസുക്കരി, അതായത് സുക്കർ എന്ന് പറഞ്ഞാൽ എന്താ, പ്രമേയം അല്ലേ. അപ്പം പ്രമേയം പോലത്തെ രോഗങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മളിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്താ, പ്രഷർ അല്ലേ, ബ്ലഡ് പ്രഷർ. അപ്പം പ്രഷറിൽ എന്ത് ചെയ്യുന്നു, വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ വസിയാറത്തുൽ കൊളസ്ട്രോൾ അല്ലേ, കൊളസ്ട്രോൾ എന്ത് ചെയ്യുന്നു, അധികരിക്കുന്നു. അതല്ലാത്ത അപ്പം മറ്റു ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മളിലേക്ക് എന്ത് ചെയ്യുന്നു, ബന്ധപ്പെടുന്നു. എന്ത് കാരണത്താൽ, നമ്മുടെ വിപ്ലവങ്ങളിലെ വ്യാവസായികപരമായിട്ടും ആഗോളപരമായിട്ടുമുള്ള മാറ്റങ്ങൾ കാരണത്താൽ നമ്മുടെ ജീവിതത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് രോഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, വന്നുകൂടുന്നുണ്ട്. അതിൽ പറഞ്ഞ ചില ഉദാഹരണങ്ങളാണ് മിസില സുക്കർ എന്ന് പറഞ്ഞാൽ എന്താ, പ്രമേയം പോലെ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്താ, ബ്ലഡ് പ്രഷർ പോലെ. അതുപോലെ തന്നെ വസിയാറത്തുൽ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ പോലത്തെ ഒരുപാട് രോഗങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മളിലേക്ക് വന്നുപെടുന്നു. നോക്കൂ, എന്നിട്ട് നമ്മളോട് പറയാണ്, ഭക്ഷണത്തെ അല്ലെ, കഴിക്കുന്ന ഭക്ഷണത്തെ ക്രമീകരിക്കൽ എന്താണ്, നമ്മുടെ മേൽ ഉത്തരവാദിത്തമാണ്. നമ്മളത് ശ്രദ്ധിക്കണം. നോക്കുക, നമ്മൾ ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ മക്കളെ, കഴിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മുമാറസത്ത് റിയാദ നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്, പാഠം ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്. മെച്ചപ്പെട്ട ആരോഗ്യത്തെ നമ്മൾ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. നോക്കൂ, നമ്മൾ നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം. അതുപോലെ തന്നെ വീണ്ടും പറയാണ്, എന്താ പറയുന്നത്, മുമാറസത്ത് റിയാദത്തിൽ ബദനിയ, ശാരീരികമായിട്ടുള്ള എക്സസൈസുകൾ നമ്മൾ ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ ശാരീരികമായിട്ടുള്ള എക്സസൈസുകളിൽ നമ്മൾ മുഴുകണം. അതുപോലെ തന്നെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നല്ല പ്രോട്ടീനുള്ള അല്ലേ, നല്ല ഭക്ഷണങ്ങൾ, പച്ചക്കറികൾ പോലത്തെ നല്ല നല്ല ഇനം ഭക്ഷണങ്ങൾ മാത്രം എന്ത് ചെയ്യണം, നമ്മൾ കഴിക്കണം. അതുപോലെ തന്നെ പറയാണ്, നിങ്ങൾ ഒഴിവാക്കണം. എന്തിനു ഒഴിവാക്കണം, ഹുമൂർ എന്ന് പറഞ്ഞാൽ എന്താ, ഹുമൂർ, മദ്യപാനത്തിൻ്റെ ഉപയോഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. അതുപോലെ തന്നെ മുഹദ്ദിറാത്ത്
മുഹദ്ദിറാത്തിൻ എന്ന് പറഞ്ഞാൽ എന്താ? മയക്കുമരുന്ന് പോലത്തെ ഉപയോഗങ്ങൾ. അപ്പം നോക്കൂ, നമ്മളോട് പറയാണ് നല്ല മെച്ചപ്പെട്ട ശരീരം, മെച്ചപ്പെട്ട ആരോഗ്യം നമ്മൾ സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചേ മതിയാകൂ, അല്ലേ? ആരോഗ്യപരമായിട്ടുള്ള പ്രോട്ടീൻ അടങ്ങിയിട്ടില്ല നല്ല ഭക്ഷണങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ കഴിക്കുള്ളൂ, വിറ്റാമിനുകൾ അടങ്ങിയിട്ടുള്ള നല്ല ഭക്ഷണങ്ങൾ മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. എന്നാലേ നമുക്ക് മെച്ചപ്പെട്ടൊരു ആരോഗ്യം സൃഷ്ടിച്ചെടുക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ നമ്മളോട് പറയുന്നു, നിങ്ങൾ ശാരീരികമായിട്ടുള്ള എക്സസൈസുകൾ നിങ്ങൾ മുഴുകണം. നോക്കൂ, അതിൻ്റെ അറബി ഏതാണ്? റിയാലത്തിൽ ബദനിയ. എന്താ? ശാരീരികമായിട്ടുള്ള എക്സസൈസുകളിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? മുഴുകണം. വീട്ടിൽ ഇങ്ങനെ 24 മണിക്കൂറും ഫോണിൽ കളിച്ച് കുത്തിരുന്നാൽ, അല്ലേ, ഈ ഒരു നമ്മുടെ ഒരു തലമുറ എന്ന് പറയുന്നത് അധിക സമയം എന്താണ്? മൊബൈൽ ഫോണിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തെ എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. അതിനുവേണ്ടി വൈകുന്നേരങ്ങളിൽ ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ പോകണം. അതുപോലെ തന്നെ ജിമ്മിലേക്ക് പോയിട്ട് എന്ത് ചെയ്യണം? അവിടെ നമ്മുടെ ബോഡിയെ നമ്മൾ എന്ത് ചെയ്യണം? കാത്തു സൂക്ഷിക്കണം. അപ്പോൾ എപ്പോഴും നല്ലൊരു സമൂഹമായിട്ട്, നല്ല ആരോഗ്യമുള്ള ഒരു തലമുറയായിട്ട് നമ്മൾ വളരണം. അതുകൊണ്ട് തന്നെ നല്ല ഭക്ഷണം നമ്മൾ കഴിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ശാരീരിക, അല്ലേ, നമ്മുടെ എക്സസൈസ് നമ്മൾ എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വതറഖുൽ ഇസ്തിഖ്ദാം, ഉപയോഗത്തെ, അല്ലേ, എന്തിൻ്റെ ഉപയോഗത്തെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് പൊന്നുമക്കളെ? നോക്കൂ, അൽ ഹുമൂർ, നമ്മളെ നശിപ്പിച്ച് കളയുന്ന മദ്യപാനങ്ങളെ തൊട്ട് നമ്മൾ മാറി നിൽക്കണം. അതുപോലെ തന്നെ മുഹദ്ദിറാത്ത്, നമ്മളെ നശിപ്പിച്ച് കളയുന്ന നമ്മുടെ എന്തിനെ തൊട്ടും മയക്കുമരുന്ന് ഉപയോഗത്തൊട്ട് നമ്മൾ എന്ത് ചെയ്യണം? മാറി നിൽക്കണമെന്നാണ് നമ്മളോട് വളരെ മാന്യമായിട്ട് നമ്മളോട്, അല്ലേ, ഒരു ഉപദേശം എന്നുള്ള നിലക്കല്ല, പക്ഷേ നമ്മൾ മനസ്സിലാക്കണമെന്ന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. നോക്കൂ, ഇനി അൽ ഹിദാ ഉസ്സിയി, എന്താണ് നല്ല ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചത്? അത് പ്രത്യേകമായിട്ട് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. നോക്കൂ, അൽ ഹിദാ ഉസ്സിയി, അതായത് ആരോഗ്യമായിട്ടുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത് അൽ മഅ്കൂലാത്തു വൽ മശ്റൂബാത്തു ലത്തി തുസവ്വിദു ബി കമ്മിയത്തിൻ കാഫിയത്തി മിനൽ കർബോദിയത്ത് വദ്ദുയൂൻ വൽ ബറൂത്തിനിയാത്ത് വഫിത്താമിനാത്ത് വൽ മഹാദിൻ. അതായത് നമ്മുടെ നല്ല കൃത്യമായിട്ടുള്ള പ്രോട്ടീനുകൾ ലഭിക്കുന്ന, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള കൊഴുപ്പ് കിട്ടുന്ന, കൃത്യമായിട്ടുള്ള അതുപോലെ തന്നെ ദുയൂന്, അതായത് കൊഴുപ്പ് കിട്ടുന്ന, അതുപോലെ തന്നെ നല്ല ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണമെന്നാണ് പറഞ്ഞത്. നോക്കൂ, ഈ ആരോഗ്യപരമായിട്ടുള്ള നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഈ മഅ്കൂലാത്ത്, അതെന്താണ്? ഭക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ മശ്റൂബാത്ത്, അത് പാനീയങ്ങളാണ്. അല്ലത്തി, എങ്ങനത്തെ ഭക്ഷണങ്ങളും എങ്ങനത്തെ പാനീയങ്ങളുമാണ്? നോക്കൂ മക്കളെ, തുസവ്വിദു ബിഖമ്മിയത്തിൽ കാഫി, നമുക്ക് മതിയായിട്ടുള്ള, അല്ലേ, മതിയായ അളവ് ലഭിക്കുന്ന ഭക്ഷണങ്ങളാണ്. ഏതിൽ? മിനൽ കർബോദിയാത്ത് വദ്ദുയൂൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊഴുപ്പ്. അപ്പോൾ കൃത്യമായിട്ട് കൊഴുപ്പ് ലഭിക്കുന്ന ഭക്ഷണം. അതുപോലെ തന്നെ വൽ ബറൂത്തിനിയാത്ത്, കൃത്യമായിട്ട് എന്ത് കിട്ടുന്ന? പ്രോട്ടീൻ ലഭിക്കുന്ന ഭക്ഷണം. അതുപോലെ തന്നെ വൽ ഫിത്താമിനാത്ത്, കൃത്യമായിട്ട് വിറ്റാമിനുകൾ ലഭിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അളവിൽ കഴിച്ചേ മതിയാകൂ. അപ്പോൾ അത് ലഭിക്കുന്ന അളവിൽ നമ്മൾ ആ ഭക്ഷണത്തെ ക്രമീകരിച്ചേ മതിയാവൂ മക്കളെ. നോക്കൂ, വമിനന്നാസ്, നിശ്ചയമായും ജനങ്ങളിലുണ്ട്. എങ്ങനത്തെ ആളുകളാണ്? മല്ലായം ലിക് നഫ്സഹു ഇൻദ ത്വആം വശറാബ്, അല്ലേ, ഇതൊക്കെ നമ്മൾക്കൊക്കെ ഉണ്ടാവുന്ന പ്രശ്നമാണ്. എനിക്കും നിങ്ങൾക്കും ബാധകമാണ് ഈ പ്രശ്നം. എന്താ പ്രശ്നം? ഒന്നുകൂടെ ശ്രദ്ധിച്ചാളെ. വമിനന്നാസ്, ജനങ്ങളിലുണ്ട്. എങ്ങനത്തെ ആളുകളാണ്? മല്ലായം ലികു നഫ്സഹു, അവൻ്റെ ശരീരത്തെ അവനക്ക് തടയാൻ കഴിയൂല. എന്തിൽ നിന്ന്? ഇന്ദ ത്വആം വൽ ശറാബ്, അല്ലേ, ഭക്ഷണം കഴിക്കുന്ന സമയത്തും വെള്ളം കുടിക്കുന്ന സമയത്തും കൺട്രോൾ ഇല്ലാതെ വാരി വലിച്ചു തിന്നുന്നൊരു സ്വഭാവം. അത് എനിക്കും നിങ്ങളിലും പലർക്കും ഉണ്ടാകും. ഈ വീഡിയോ കാണുന്ന എൻ്റെ +1 വിദ്യാർത്ഥികളിൽ പലർക്കും ഒരു പക്ഷേ ആ പ്രശ്നമുണ്ടാകും, അല്ലേ. നല്ല മന്തിയും അതുപോലെ തന്നെ നല്ല അൽഫാം പീസൊക്കെ, നല്ല ഹണിയും അതുപോലെ തന്നെ പിരി അൽഫാമും ഒക്കെ മുമ്പ് കൊണ്ടുപോയി വെച്ചാൽ, അല്ലേ, നല്ല ഭക്ഷണം മുമ്പിൽ കൊണ്ടുപോയി വെച്ചാൽ പിന്നെ ഒരു കൺട്രോൾ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ആരുടെയെങ്കിലുമൊക്കെ ബർത്ത്ഡേ പരിപാടിൻ്റെ പാർട്ടി ചെലവ്, അല്ലേ, നമ്മളെ സ്വന്തം കീശയിൽ നിന്ന് എടുത്തില്ലാത്ത മറ്റാളുകൾ സ്പോൺസർ ചെയ്യുന്ന ഭക്ഷണമൊക്കെ ആണെങ്കിൽ പിന്നെ നോക്കേ വേണ്ട, എന്തുണ്ടാവും? ഒരു കൺട്രോളും ഉണ്ടാവില്ല. അവിടെ അങ്ങോട്ട് ഇരിക്കുക, എന്നിട്ട് മയോണൈസ് ഒഴിക്കുക, കച്ചമ്പർ സലാഡ് ഫുള്ള് ഒഴിക്കുക, ഒന്നായിട്ട് വാരി വലിച്ച് തിന്ന് ഭക്ഷണം പള്ള നിറയുന്നത് വരെ, അല്ലേ, പള്ള നിറഞ്ഞാലും പിന്നെ എന്ത് ചെയ്യും? കഴിക്കുന്ന ഒരു പ്രത്യേകതരം സ്വഭാവങ്ങൾ എന്തുണ്ട്? എനിക്കും നമ്മുടെ പലർക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു സമയത്തുണ്ട്. അതാണ് പറഞ്ഞത്. അതാണ് എന്ത് ചെയ്യുന്നത്? കിതാബിലൂടെ പറയുന്നത് എന്ത്? പല ആളുകൾക്കും എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? ഭക്ഷണത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. നോക്കൂ, വമൻ യഅ്തമിദ അലൽ വജബാത്ത് സരിയത്തിൽ മുതളമ്മിനത്തൻ കമ്മിയത്തൻ സായിദ് മിന സുഖരിയാത്ത് വൽ അംആ വദ്ദുനിയാത്ത് മിന
മനശബിയാത്ത് യതഅല്ലറുൽ ഖസീമുൽ അംറാദി നമത്തിൽ ഹയാത്ത് പറഞ്ഞു വെക്കുകയാണ്. എന്താ പറയുന്നത്? വമൻ യഅ്തമിദൽ വജബാത്ത് സരിയ, ആരെങ്കിലും ഫാസ്റ്റ് ഫുഡ്, വജബാത്ത് സരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഫാസ്റ്റ് ഫുഡ് അല്ലേ? അപ്പോൾ ഫാസ്റ്റ് ഫുഡുകളിൽ അടിമപ്പെട്ടു പോയാൽ, അതുപോലെ തന്നെ മുത്തലമ്മിനത്തിന് കമ്മിയത്തിന് സായിദ, ആരെങ്കിലും അളവിനപ്പുറം ഫാസ്റ്റ് ഫുഡുകൾ കഴിച്ചാൽ നോക്കൂ അവനക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്താണ്? മിന സുക്കരിയാത്ത്, എന്താണ്? പ്രമേയം എന്ന് പറയുന്ന വലിയ പ്രശ്നമുണ്ടാകും. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഉപ്പിൻ്റെ എന്ത് ഉപയോഗം അല്ലേ? അപ്പോൾ ഒരുപാട് ഉപ്പ് എന്ത് ചെയ്യും? അവൻ്റെ വയറ്റിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ദുഹിനിയാത്ത്, ഒരുപാട് എണ്ണകൾ അവൻ്റെ ഭക്ഷണത്തിലേക്ക് എന്ത് ചെയ്യുന്നു? അവൻ്റെ ശരീരത്തിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ വനശവ്യാത്ത്, ഒരുപാട് പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നു? അവൻ്റെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യുന്നു? കൊഴിഞ്ഞു കയറുന്നു. എന്നിട്ട് പറയാണ് യതഅല്ലറുൽ ഖസീറു മിനൽ അംറാദിൻ നഹത്തി അല്ലേ? അത് കാരണത്താൽ ഒരുപാട് രോഗങ്ങൾ എന്ത് ചെയ്യുന്നു? ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫാസ്റ്റ് ഫുഡുകൾ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. കാരണം ഫാസ്റ്റ് ഫുഡുകൾ കഴിച്ചാൽ അമിതമായിട്ടുള്ള ഉപ്പ് നമ്മളെ ശരീരത്തിലേക്ക് കയറുന്നു. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള എണ്ണ അല്ലേ? എണ്ണ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നു. അതുപോലെ തന്നെ പ്രമേയം എന്ത് ചെയ്യുന്നു? ഒരുപാട് ഷുഗർ നമ്മളെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യുന്നു? കയറുന്നു. ഇത്തരം കാരണങ്ങളെ കൊണ്ട് നമുക്ക് ഒരുപാട് രോഗങ്ങൾ എന്ത് ചെയ്യുന്നു? ഉണ്ടാകുന്നു. വലാശക്ക, ഒരു സംശയവുമില്ല. എന്താണ്? അന്നഹാദി ഇല്ലാദിയാത്ത് ഒരു സലീമത്തിന് ഒരു സിയ അല്ലേ? അപ്പോൾ നമ്മളെ ഭക്ഷണം എങ്ങനത്തെ ഭക്ഷണം? ഫാസ്റ്റ് ഫുഡുകൾ മാത്രം കഴിക്കുന്നവരുടെ ഭക്ഷണം എന്നുള്ളത് അതെന്തല്ല, ഒരിക്കലും വൈറസ് സലീമത്തിന് വൈറസ് ചെയ്യുക. അത് നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും എന്തല്ല, നല്ലതല്ല എന്നാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ പറഞ്ഞു വെക്കുന്നത്. മനസ്സിലായോ മക്കളെ? ഇനി നോക്കൂ, അൽ ലിയാഖത്തുൽ ബദനിയ. എന്താ ലിയാഖത്തുൽ ബദനിയ എന്ന് പറഞ്ഞാൽ? ശാരീരിക എക്സസൈസ് അല്ലേ? അപ്പോൾ എന്താണ് ഈ ലിയാഖത്തുൽ ബദനിയ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോക്കൂ, വലി മുമാറസത്തിൽ റിയാലത്തിൽ ബദനിയ ദൗറുൻ മുഹിമ്മുൻ ഫീ റിആയത്ത് സിഹത്തിൽ ഫർദി. നോക്കൂ, നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്. എന്താണ് പറഞ്ഞു വെക്കുന്നത്? വലി മുമാറസത്തിൽ റിയാലത്തിൽ ബദനിയ, ശാരീരിക എക്സസൈസ് അല്ലേ? അപ്പോൾ ശാരീരിക എക്സസൈസിന് എന്തുണ്ട്? ദൗറുൻ മുഹിമ്മുൻ, പ്രധാനപ്പെട്ടൊരു ഉത്തരവാദിത്തമുണ്ട്. ഏത് വിഷയത്തിൽ? ഫീ റിയാലത്ത് സിഹിയ, നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ നമ്മുടെ ശാരീരികപരമായിട്ടുള്ള എക്സസൈസുകൾക്ക് പൊന്നുമക്കളെ കുറിച്ച് വെച്ചോളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ പലരും എന്ത് ചെയ്യാണ്? മടിച്ച് വീട്ടിലിങ്ങനെ ഇരിക്കുന്നവരാണ്. ഇരിക്കരുതേ. അങ്ങനെ വീട്ടിലിരുന്നാൽ നിങ്ങൾക്ക് ശാരീരികവും മാനസികപരമായിട്ടുള്ള എന്ത് ചെയ്യും? ശാരീരികവും മാനസികപരമായിട്ടുള്ള ആരോഗ്യനില നിങ്ങൾക്ക് മെച്ചപ്പെടുത്താൻ കഴിയില്ല. നേരെ മറിച്ച് വൈകുന്നേരം നല്ല പറമ്പ് പോയിട്ട് നല്ല ഫുട്ബോളൊക്കെ കളിച്ച് നിങ്ങളൊന്ന് നോക്കി നിങ്ങൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യത്തെയും മെച്ചപ്പെട്ട മാനസിക നിലയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? സൃഷ്ടിച്ചെടുക്കാൻ കഴിയും അല്ലേ? ഫിറ്റ്നസ് സെൻ്ററുകളിലേക്ക് പോകാം. അവിടെ പോയിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ശരീരത്തെ കീപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഫിറ്റ്നസ് കളികൾ അല്ലേ? ജിമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം? പോയിട്ട് എന്ത് ചെയ്യാം? അവിടെ ഫിറ്റ്നസ് ചെയ്യാം. നോക്കൂ, എന്നിട്ട് നമ്മളോട് പറയുന്നു അൽ മഷീ അല്ലേ? അപ്പോൾ വെറും ജിമ്മ് പോലെ മാത്രമല്ല, അൽ മഷീ, നടക്കൽ. അതെന്താണ്? മെച്ചപ്പെട്ട ആരോഗ്യനിലയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ വജർ എന്ന് പറഞ്ഞാൽ എന്താ? ഓടൽ. അപ്പം നടത്തം, അതുപോലെ തന്നെ ഓടൽ. രാവിലെ എത്ര ആളുകളുണ്ട് പൊന്നുമക്കളെ? ഒന്ന് രാവിലെ ഒരു 6 മണിക്ക് ഒരു 5:30 സമയത്തൊക്കെ എഴുന്നേറ്റാൽ വെറുതെ നല്ല റോഡ് സൈഡിലുള്ള വീടൊക്കെ ആണെങ്കിൽ വെറുതെ ഒന്ന് ആ റോഡ് സൈഡിലേക്ക് നോക്കിയാൽ മതി. ഒരുപാട് താത്തമാരും ഒരുപാട് കാക്കമാരും ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? രാവിലെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അല്ലേ? അപ്പോൾ അവർ സ്വന്തം ശരീരത്തെ മെച്ചപ്പെടുത്താനാണ് ആ രാവിലെ തന്നെ എല്ലാവരും മൂടി പുതച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് മനോഹരമായിട്ട് അവരെന്ത് ചെയ്യുന്നത്? രാവിലെ തന്നെ പോയിട്ട് എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. അതുപോലെ തന്നെ വൽ മഷീ, നടക്കൽ. അതുപോലെ തന്നെ ജരി, ഓടലും. അതുപോലെ തന്നെ സിബാഹ. എന്താ സിബാഹത്ത് എന്ന് പറഞ്ഞാൽ? നീന്തൽ നല്ലതാണ്, ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് എന്ത് ചെയ്യുന്നത്? എല്ലാ ദിവസവും നീന്തുക എന്നുള്ളത്. അപ്പോൾ നല്ല കുളങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നല്ല തോടുകൾ, നല്ല പുഴകൾ, നല്ല കുളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നീന്താൻ അറിയുന്നവർ മാത്രം മനോഹരമായിട്ട് എന്ത് ചെയ്യുക? നീന്താൻ പോവുക. നീന്താൻ പഠിക്കാത്തവരോ പെട്ടെന്ന് എന്ത് ചെയ്യണം? നീന്തം പഠിക്കും വേണം. അപ്പം എന്ത് ചെയ്യുക? എല്ലാ ദിവസവും നീന്തുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഓടുക, എല്ലാ ദിവസവും നടക്കുക. അതുപോലെ തന്നെ റുക്കൂബുൽ ദറാജ, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. റുക്കൂബുൽ ദറാജത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സൈക്ലിങ് അല്ലേ? അപ്പോൾ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈവനിങ്ങിൽ എന്ത് ചെയ്യും? നല്ല സൈക്കിളൊക്കെ ആയിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ വെറുതെ കറങ്ങി നടക്കും. എന്തിനാണ്? വെറുതെ കറങ്ങല്ല, സ്വന്തം ശരീരത്തെ അവർ കീപ്പ് ചെയ്യാണ്. അതുപോലെ തന്നെ കൻസും മൻസിൽ. അപ്പോൾ ഇത് മാത്രമല്ല, പിന്നെയും പ്രധാനപ്പെട്ടാണ് എന്ത്? കൻസും മൻസിൽ, അതായത് എന്താണ്? വീട് വൃത്തിയാക്കുക. അപ്പോൾ എല്ലാവർക്കും പറ്റും എന്ത് ചെയ്യല്? വീട് വൃത്തിയാക്കുന്ന പരിപാടി. അതുപോലെ തന്നെ വഖിയാമു ബിതൻളീഫിൽ ബിയ അല്ലേ? പരിസരം വൃത്തിയാക്കുക. അപ്പോൾ എല്ലാ ദിവസവും ഓടാനും ചാടാനും കുളിക്കാനും പോകണമെന്നില്ല. എന്ത് ചെയ്യുക? ഒരു ദിവസം എന്ത് ചെയ്യുക? വീട്ടിലത്തെ പണി ഉമ്മൻ്റെ കൂടെയൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് ചെയ്ത് കൊടുക്കുക അല്ലേ? ആ ഫോണിൽ ഇങ്ങനെ കളിച്ച് കുത്തിരിക്കാതെ, നിങ്ങളോടാട്ടോ പറയുന്നത്, ഫോണിൽ ഇങ്ങനെ തോണ്ടി കുത്തിരിക്കാതെ എന്ത് ചെയ്യുക? ഒന്ന് ഉമ്മൻ്റെ അടുത്ത് പോയിട്ട് ഉമ്മ എന്നെന്തോ പണിയുണ്ടോ? ഞാൻ ചെയ്തുതരാം. എന്ത് ചെയ്യുക? പോയി പണിയൊക്കെ ചെയ്ത് കൊടുക്കുക അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് കൊടുവാളൊക്കെ
കൈക്കോട്ടൊക്കെ എടുത്ത് എന്ത് ചെയ്യുക, ചുറ്റുപാടൊക്കെ ഒന്ന് വൃത്തിയാക്കുക. അതുപോലെ തന്നെ വസിറാഅത്ത് എന്താ, കൃഷി അല്ലേ. അതുപോലെ തന്നെ തുർക്കുൻ സഹ്ലത്തുൻ ലിൽ ഇഫാദി അല സിഹത്ത്, അതുപോലെ തന്നെ വഴികളൊക്കെ വൃത്തിയാക്കുക. ഇതൊക്കെ എന്താണ്, തുർക്കുൻ സഹ്ലത്തുൻ ലിൽ ഇഫാദി അല സിഹ, നമ്മുടെ മെച്ചപ്പെട്ടിട്ടുള്ള ആരോഗ്യനിലയെ സംരക്ഷിക്കാൻ എന്താണ്, ഇതൊക്കെ വളരെ എളുപ്പമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് പറഞ്ഞു തരുന്നത്. മനസ്സിലായോ? ഇനി നോക്കൂ, അൽ ഇസ്തിഖ്ദാമു അൽ ഹുമൂർ അൽ മുഅദ്ദിറാത്ത്. എന്താണ് അൽ ഇസ്തിഖ്ദാം? എന്താ ഉപയോഗം? എന്തിൻ്റെ ഉപയോഗമാണ്? അൽ ഹുമൂർ, കള്ളിൻ്റെ ഉപയോഗം. അതുപോലെ തന്നെ മുഖദ്ദിറാത്ത്, മയക്കുമരുന്നുകൾ അല്ലേ. അപ്പോൾ മറ്റു ഡ്രഗ് ഉപയോഗങ്ങൾ, യൂസിങ്ങിൻ്റെ ഉപയോഗങ്ങളെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, പറയാൻ പോകുന്നത്. നോക്കൂ, അൽ മുഖദ്ദിറാത്തു അതും വൽ ഇൻസാനിയാത്ത് അല്ലേ. അൽ മുഖദ്ദിറാത്ത് എന്ന് പറയുന്നത്, മയക്കുമരുന്ന് എന്ന് പറയുന്നത്, മയക്കുമരുന്നിൻ്റെ ഉപയോഗം എന്നുള്ളത് അത് ശത്രുവാണ്. അൽ ഇൻസാൻ, സ്വന്തം വ്യക്തിപരമായിട്ട് മനുഷ്യൻ്റെ ശത്രുവാണ്, മനുഷ്യൻ്റെ മാത്രം ശത്രുവല്ല. വൽ ഇൻസാനിയാത്ത് അല്ലേ, മനുഷ്യകുലത്തിൻ്റെ ആകമാനമുള്ള വലിയ ഒരു ഫിത്നയാണ്, വലിയൊരു പ്രശ്നമാണ് എന്ത് ചെയ്യുന്നത്, മദ്യപാനം, മയക്കുമരുന്ന് ഉപയോഗം എന്നുള്ളത്. നോക്കൂ, വ ഇസ്തിഖ്ദാമുഅ മുളിർനുൽ ജിസ്മി വൽ അഖ്ൽ, വ ഇസ്തിഖ്ദാമുഅ അതിൻ്റെ ഉപയോഗം, മയക്കുമരുന്നിൻ്റെ ഉപയോഗം എന്നുള്ളത് നോക്കൂ മക്കളെ, മുളിറുൻ ലിൽ ജിസ്മി, നമ്മുടെ ശരീരത്തിന് എന്ത് ചെയ്യും, വളരെയധികം പ്രയാസമുണ്ടാക്കും അല്ലേ. വളരെയധികം ഫിത്നകൾ, പ്രയാസങ്ങൾ നമ്മുടെ ശരീരത്തിൽ സൃഷ്ടിക്കും. അതുപോലെ തന്നെ വൽ അഖ്ൽ, നമ്മുടെ ശരീരത്തിന് മാത്രമല്ല ബുദ്ധിയിലും അത് വലിയൊരു പ്രശ്നം എന്ത് ചെയ്യും, ഇത്തരം മയക്കുമരുന്നിൻ്റെ ഉപയോഗം കാരണം എന്ത് ചെയ്യും, ഉണ്ടാകും. നോക്കൂ അപ്പോൾ നമ്മുടെ ബുദ്ധിയിലും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലും എന്ത് ചെയ്യും, ഒപ്പരം ഒരേപോലെ എന്ത് ചെയ്യും, ഫിത്ന ഉണ്ടാകും, പ്രശ്നമുണ്ടാകും. എന്തിൻ്റെ ഉപയോഗം കാരണത്താൽ? മയക്കുമരുന്നിൻ്റെ ഉപയോഗം കാരണത്താൽ അല്ലേ. ചെറിയ സുഖത്തിന് വേണ്ടിയിട്ട് മയക്കുമരുന്നുകളും അതുപോലെ തന്നെ ലഹരി ഉപയോഗങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് പിന്നീട് ഒരുപാട് കാലം എന്ത് ചെയ്യേണ്ടി വരും മക്കളെ, ഖേദിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അതിനോട് നോ പറയണം അല്ലേ. ഏത് സാഹചര്യത്തിലും ഏത് സ്ഥലത്തെത്തിയാലും അതിനോട് നോ പറയാനുള്ള കഴിവ് നമ്മൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കണം. കാരണം എന്താ, അതിൻ്റെ സൈഡിൽ വരുന്ന സൈഡ് എഫക്റ്റ് അല്ലേ. അപ്പം ബേക്കിൽ വരുന്ന വലിയൊരു പ്രശ്നത്തെ എന്ത് ചെയ്യണം, നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടി അതിനോട് നോ പറയാൻ തന്നെ നമ്മൾ തയ്യാറാകണം. നോക്കൂ, വഹിയ തുഅദി ഇല ദുഹൂലി വൽ ഖലഖി വൽ അബൂബത്തി വഇരിഹ വഹിയ, മാത്രമല്ല നമ്മുടെ ശരീരത്തിനെയും അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിയെയും മാത്രമല്ല ബാധിക്കുന്നത്. നോക്കൂ, വയ്യത്തുഅദ്ദി അത് പ്രശ്നത്തിലാക്കും. എന്തിൻ്റെ പ്രശ്നത്തിലാക്കും മക്കളെ? ഇലൽ ദുഹൂൽ എന്ന് പറഞ്ഞാൽ എന്താ? ദുഹൂൽ എന്ന് പറഞ്ഞാൽ അബോധാവസ്ഥയിലേക്ക് നമ്മൾ അതിനെ നയിക്കും. അപ്പം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ മറ്റു പാനീയങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ, അവരുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടാകും. അതുപോലെ തന്നെ അബോധാവസ്ഥയിലേക്ക് അല്ലേ, ബോധമില്ലാത്ത എന്തൊക്കെയോ വിളിച്ചു പറയുന്ന, ബോധക്കേടുകൾ വിളിച്ചു പറയുന്ന ഒരു പ്രത്യേകതരം അല്ലേ, ആളുകൾ വെറുക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് എന്ത് ചെയ്യും, ഇത്തരം മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് നമ്മൾ എത്തിപ്പെടും. അതുപോലെ തന്നെ വൽ ഖലഖ്, എന്താ വൽ ഖലഖ് എന്ന് പറഞ്ഞാൽ അസ്വസ്ഥതയിലേക്ക് എത്തിച്ചേരും. നല്ല സുഖാണോ, നമ്മൾ ടെൻഷനൊക്കെ കാരണത്താലായിരിക്കും വലിക്കുന്നത് കുടിക്കുന്നത്, പക്ഷേ അത് കഴിഞ്ഞാൽ വളരെയധികം അസ്വസ്ഥത എന്ത് ചെയ്യും, നമ്മളിലേക്ക് എത്തിപ്പെടും. അതുപോലെ തന്നെ വൽ ഐബൂബാത്ത് എന്ന് പറഞ്ഞാൽ എന്താ, അശ്രദ്ധ, കൃത്യമായിട്ടൊരു ശ്രദ്ധ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒന്നിനും കേന്ദ്രീകരിക്കാൻ കഴിയില്ല. എപ്പോഴും അശ്രദ്ധനായിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട അവസ്ഥ ഉണ്ടാകും. ഏത് യൂസ് ചെയ്യുന്ന ആളുകൾക്ക്, ഇത്തരം മയക്കുമരുന്നുകളും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ വൈരി അതല്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ എന്ത് ചെയ്യും മക്കളെ, ജീവിതത്തിൽ വന്നു ചേരും. അതുകൊണ്ട് തന്നെ നോ പറയാൻ, ആരെവിടെ നിന്ന് എപ്പം ക്ഷണിച്ചാലും എനിക്ക് വേണ്ട, അത് നല്ലതല്ല, നോ എന്ന് പറയാനുള്ള ചങ്കൂറ്റം, ആ ബോധം നമ്മൾ എന്ത് ചെയ്യണം, സൃഷ്ടിച്ചെടുക്കണം. എൻ്റെ +1 വിദ്യാർത്ഥികളോടും എന്നോടും കൂടിയാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ വയമൂതു ആലാഫി മിനൻ നാസി യൗമൻ ഫയൗമ ബിഇദ്മാഹി അൽ മുഖദ്ദിറാത്തി വഇദ്ഗാനില്ലഹ, പറയാണ് വയമൂതു ആലാഫിൻ, ആയിരങ്ങൾ മരിക്കുന്നു അല്ലേ, ആയിരങ്ങൾ മരിക്കുന്നു. ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്, ഇന്നും പല റിപ്പോർട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്. പുകവലി കാരണത്താൽ വലിയ രോഗങ്ങളിലെ ക്യാൻസർ പോലത്തെ രോഗങ്ങളിലേക്ക് എത്തിപ്പെടുന്നു. അതുപോലെ തന്നെ മദ്യപാനം കാരണത്താൽ വലിയ രോഗങ്ങളിലേക്ക് എത്രയോ ശതമാനം ആളുകൾ രോഗിയാകുന്നത് ഇത്ര മദ്യപാനത്തിൻ്റെ ഉപയോഗം കാരണത്താലാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം മക്കളെ, കെയർ ചെയ്യണം പൊന്നുമക്കളെ. നോക്കൂ, വയമൂതു ആലാഫി മിനൻ നാസ്, ജനങ്ങളിൽ നിന്ന് ആയിരങ്ങൾ മരണപ്പെടുന്നു. നോക്കൂ, യോമൻ ഫയോമൻ അല്ലേ, ഓരോ ദിനേന അല്ലേ, എല്ലാ ദിവസവും മരണപ്പെടുന്നു. ബിഇദ്മാനി അലൽ മുഖദ്ദിറാത്ത്, ഇത്തരം മയക്കുമരുന്നിൻ്റെ ഉപയോഗങ്ങൾ കാരണത്താൽ, അതുപോലെ തന്നെ അഡിക്ഷൻ കാരണത്താൽ. ഇദ്മാൻ എന്ന് പറഞ്ഞാൽ എന്താ, അഡിക്ഷൻ അല്ലേ, അഡിക്റ്റ് ആയത് കാരണത്താൽ എന്ത് ചെയ്യുന്നു, ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നു, മരിക്കുന്നു. അതുപോലെ തന്നെ ഇദ്ഗാനല്ലഹ
ഇതാനില്ലഹ, അതിൻ്റെ കൂടെ എപ്പോഴും മദ്യപാനങ്ങൾ കുടിക്കുന്ന, എപ്പോഴും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു? മരണപ്പെടുന്നു ദിനേന. ഫവാജിബുൻ അലാ കുല്ലി ഫർദിൻ. അപ്പം പറഞ്ഞു വെക്കുകയാണ്, ഫവാജിബുൻ നിർബന്ധമാണ് പൊന്നുമക്കളെ, എന്ത്? അലാ കുല്ലി ഫർദിൻ, നമ്മളുടെ ഓരോരുത്തരുടെയും മേലെ നിർബന്ധമാണ്. എന്താ നിർബന്ധം? അത്തബാഉദ്, വെടിയൽ, അല്ലേ? മാറി നിൽക്കൽ, ഒഴിവായി നിൽക്കൽ, അനിൽ ഇസ്തിഖ്ദാമിൽ മുസ്കിറാത്ത് ഫീ കുല്ലി അൻവാഹിയ, അല്ലേ? നമ്മളെ മസ്താക്കുന്ന മുസ്കിറാത്ത് എന്ന് പറഞ്ഞാൽ മസ്ത് വരുത്തുന്ന, അല്ലെ, മത്തിലാക്കുന്ന എല്ലാ കാര്യത്തെ തൊട്ടും വെടിഞ്ഞു നിൽക്കൽ നിങ്ങളുടെ മേലും എൻ്റെ മേലും നമ്മുടെ എല്ലാവരുടെ മേലും എന്താണ്? ബാധ്യതയാണ്, കടമയാണ്. എന്തിനാണ് ബാധ്യത, എന്തിനാണ് കടമ? നമ്മുടെ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാനാണ്, സ്വന്തം ശരീരത്തെ കീപ്പ് ചെയ്യാനാണ്. നല്ല ജീവിതശൈലിയും നല്ല ആരോഗ്യം നമുക്ക് ഉണ്ടാവണമെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ മാറി നിന്നേ മതിയാകും, അല്ലേ? ചെറിയ നൈമിഷിക സുഖത്തിന് വേണ്ടി നമ്മൾ മദ്യപാനം, അല്ലെ, ഉപയോഗിച്ചാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് എന്ത് ചെയ്യും? അത് എത്തിച്ചേരും എന്നെന്ത് ചെയ്യുക? നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, എന്നിട്ട് നമ്മളോട് ബാക്കി പറയാണ്, യജിബു അൻ യകൂന ത്വആമക, യജിബു നിർബന്ധമാണ്, എന്ത്? അൻ യകൂന ത്വആമുക, നിന്റെ ഭക്ഷണം. ത്വആമുക എന്ന് പറഞ്ഞാൽ എന്താ? നിന്റെ ഭക്ഷണം ആവൽ നിർബന്ധമാണ്. എന്തൊക്കെയാവണം? ഏതോ ഭക്ഷണം എപ്പോഴോ കിട്ടുന്നത് ഇങ്ങനെ വാരി വലിച്ച് തിന്നാൻ പറ്റൂല, അല്ലേ? എല്ലായിടത്തും പോയിട്ട് എല്ലാ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ഭക്ഷണത്തിന്റെ ഓർഡർ പറയാണ്, ക്രമം പറയാണ്. നോക്കൂ മക്കളെ, ഹലാലൻ, നല്ല ഹലാലായിട്ടുള്ള, എന്താ ഹലാൽ എന്ന് പറഞ്ഞാൽ? അപ്പം നമ്മുടെ സമ്പാദ്യങ്ങളൊക്കെ ഹലാലായ, അല്ലേ, നല്ല മാർഗത്തിൽ നിന്ന് ലഭിച്ച ഭക്ഷണമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂ? ഭക്ഷണം മാത്രമേ നമുക്ക് കഴിക്കാൻ പാടുള്ളൂ, അല്ലേ? അല്ലാതെ ഏതെങ്കിലും ഹോട്ടലിൽ പോയി കട്ട് തിന്നുന്ന ഭക്ഷണം, അല്ലെങ്കിൽ ഏതെങ്കിലും പറമ്പിൽ പോയി കട്ട് തിന്നുന്ന ഭക്ഷണം, ഇത്തരം ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റുമോ? ഇല്ല, കഴിക്കാൻ പാടില്ല. അപ്പം ഹലാലായ ഭക്ഷണം മാത്രമേ, നല്ല ഭക്ഷണം മാത്രമേ നമുക്ക് തിന്നാൻ പറ്റൂ. അതുപോലെ തന്നെ ത്വയ്യിബൻ, നല്ല ഭക്ഷണങ്ങളെ കഴിക്കാൻ പറ്റൂ. അതുപോലെ തന്നെ ഷഈയൻ എന്ന് പറഞ്ഞാൽ എന്താ? രുചിയുള്ള ഭക്ഷണം നമ്മൾ കഴിക്കണം. അതുപോലെ തന്നെ ഖസ്ദൻ എന്ന് പറഞ്ഞാൽ എന്താ? മിതത്തിൽ കഴിക്കണം, അല്ലേ? വാരി വലിച്ച് കിട്ടുന്നതൊക്കെ എന്ത് ചെയ്യരുത്? വാരി വലിച്ച് തിന്നരുത്. നമ്മളൊക്കെ തിന്നുന്ന കാര്യത്തിൽ എന്ത് ചെയ്യണം? കുറച്ചൊരു മിതം എന്ത് ചെയ്യണം? നമ്മൾ പാലിക്കണം. അപ്പം നോക്കൂ, ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ആരോഗ്യപ്പെട്ട, മെച്ചപ്പെട്ട ജീവിതശൈലി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നേടിയെടുക്കാൻ കഴിയും. നോക്കൂ, അൽ ജുംലത്തുൻ തർക്കീബുൽ അൽ ജുംല എന്താണ്? ഇനി നമ്മൾ പാഠം കഴിഞ്ഞു, അല്ലേ? അപ്പം പാഠം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? അതിൻ്റെ ആക്ടിവിറ്റിയിലേക്ക് കിടക്കുകയാണ്. അപ്പം പാഠം മനസ്സിലായെന്ന് വിചാരിക്കുന്നു, അതിൻ്റെ ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ കിടക്കുന്നു. നോക്കൂ, അൽ ജുംല, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ്? ജുംല എന്നാണ്. എന്താ മക്കളെ ജുംല എന്ന് പറഞ്ഞാൽ? അല്ലേ, സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ ഒരർത്ഥം, പൂർണ്ണമായിട്ടൊരു അർത്ഥം ലഭിക്കുന്ന കാര്യത്തിനാണ് ജുംല എന്ന് പറയുക, അല്ലേ? ഇവിടെ നമ്മൾ 2 ജുംലയെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അൽ ജുംലത്തുൽ ഇസ്മിയ, അതുപോലെ തന്നെ അൽ ജുംലത്തുൽ ഫിഇലിയ. 2 തരം ജുംലയെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. നോക്കൂ, അൽ ജുംല എന്ന് പറഞ്ഞാൽ എന്താ? തർക്കീബ് കലിമാത്തുൻ ഹൈസു തുഫീദു ഫായിദൻ താമ വഹിയ നൗആനി, അല്ലേ? പൂർണ്ണമായിട്ടൊരു അർത്ഥം കിട്ടുന്ന. അപ്പോൾ ഒരു സെൻറ്റൻസ് പറഞ്ഞാൽ അതിൽ നമുക്ക് എന്ത് ചെയ്യും? ആ സെൻറ്റൻസ് മുഴുവനായിട്ട് എന്ത് ചെയ്യും? മനസ്സിലാക്കാൻ കഴിയും. ആ കാര്യത്തിനാണ് ജുംല എന്ന് പറയുക, അല്ലേ? അവൻ വീട്ടിലേക്ക് പോയി. അപ്പോൾ നോക്കൂ, അവൻ വീട്ടിലേക്ക് പോയി, എന്താണ്? ശരിയാണ്, അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു അർത്ഥം കിട്ടുന്നുണ്ട്. നോക്കൂ, ഞാൻ പറയാണ് അവൻ, അത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ എന്ത് ചെയ്യുന്നില്ല, വേറെ ഒന്നും പറയുന്നില്ല. ഞാൻ പറയുന്നു അവൻ. അപ്പം നമുക്ക് 100 ചോദ്യങ്ങൾ ഉണ്ടാവും. അവനെന്താ? അവനെന്ത് പറ്റി? അവനെന്താ? അപ്പം അവിടെ അർത്ഥം പൂർണ്ണമാകുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ, ജുംല എന്ന് പറഞ്ഞാൽ അർത്ഥം പൂർണ്ണമാകണം. നോക്കൂ, അവൻ വീട്ടിലേക്ക് പോയി, അവിടെ ഓക്കെയാണ്. അവൻ വീട്ടിലേക്ക് പോയി എന്നുള്ളിടത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സെൻറ്റൻസ് പൂർണ്ണമാകുന്നുണ്ട്. അതിനാണ് എന്തെന്ന് പറയുക? ജുംല എന്ന് പറയുക. പിന്നൊരു കാര്യം കൂടി +1 വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കണം. ജുംല 2 തരമുണ്ട്. ജുംലത്തുൽ ഇസ്മി, ജുംലത്തുൽ ഫിഇലിയ. നോക്കൂ, അൽ ജുംലത്തുൽ ഇസ്മിയ നഹ്വു, ഉദാഹരണം പറയുന്നു, മുഹമ്മദുൻ, മുഹമ്മദ് ആകുന്നത് എന്താണ്? ദാരിസുൻ, പഠിക്കുന്നവനാണ്. അതുപോലെ തന്നെ അൽ മദ്രസത്തു, മദ്രസയാകുന്നത് വാസിയത്തുൻ, വിശാലമായതാണ്. അപ്പോൾ ആദ്യമേ മനസ്സിലാക്കി വെക്കുക, അൽ ജുംലത്തുൽ ഇസ്മിയ. ജുംല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. അർത്ഥം പൂർണ്ണമാകുന്നതിനാണ് ജുംല എന്ന് പറയാം. നോക്കൂ, ജുംലത്തുൽ ഇസ്മിയ എന്ന് പറഞ്ഞാൽ എന്താ പൊന്നുമക്കളെ? ജുംലത്തുൽ ഇസ്മിയ എന്ന് പറഞ്ഞാൽ പേര് കൊണ്ട് തുടങ്ങുന്നത്, അല്ലേ? ഇസ്മ കൊണ്ട് തുടങ്ങുന്നത്, പേര്, ഒരാളുടെ പേര്, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറിച്ച്, ഒരു വസ്തുവിൻ്റെ പേര് കൊണ്ട് തുടങ്ങുന്നതാണെങ്കിൽ അത് ഓർത്തു വെച്ചോളൂ, പഠിച്ചു വെച്ചോളൂ, അത് ജുംലത്തുൽ ഇസ്മിയ ആയിരിക്കും. നോക്കൂ, 2 ഉദാഹരണങ്ങളിൽ നോക്കൂ, അൽ മുഹമ്മദുൻ, മുഹമ്മദ് ആകുന്നത് എന്താണ്? ദാരിസുൻ, പഠിക്കുന്നവനാണ്. അപ്പോൾ അവിടെ മുഹമ്മദ് എന്നുള്ള വാക്കുകൊണ്ടാണ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അതെന്താണ്? ജുംലത്തുൽ ഇസ്മിയയാണ്. കാരണം എന്താ? പേര് കൊണ്ട് തുടങ്ങി. അടുത്ത് നോക്കൂ, അൽ മദ്രസത്തു, മദ്രസ എന്നുള്ളത് ഒരു പ്രവർത്തനമാണോ? അല്ല. അൽ മദ്രസത്തു എന്നുള്ളത് എന്താണ്? ഒരു
സ്ഥാപനമാണ് അല്ലേ, ഒരു പേര് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മദ്രസ എന്നുള്ളത് വാസിയത്തിന് അത് വിശാലമായതാണ്. അതുകൊണ്ട് തന്നെ പഠിച്ചു വെച്ചോളൂ മക്കളെ. ജുംലത്തുൽ ഇസ്മിയെയും ജുംലത്തുൽ ഫീലെയും വേർതിരിക്കാൻ പറഞ്ഞാൽ വളരെ സുഖമാണ്. പേര് കൊണ്ട് തുടങ്ങുന്നതാണോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ അത് ജുംലത്തുൽ ഇസ്മിയാണെന്ന് ഉറപ്പിച്ച് വെച്ചോളൂ. ഇനി നോക്കൂ, അത് ജുംലത്തുൽ ഫീലിയ. എന്താ ജുംലത്തുൽ ഫീലിയ എന്ന് പറഞ്ഞാൽ? നെഹ്വു ദറസ മുഹമ്മദ് പഠിച്ചു. അവിടെ ദറസ എന്ന് പറഞ്ഞാൽ പഠിച്ചു എന്നുള്ളത് എന്താണ്? അതൊരു പ്രവർത്തനമാണ് അല്ലേ. പഠിക്കുക, ഓടുക, കളിക്കുക, ചാടുക, നടക്കുക, ഉറങ്ങുക, ഇതൊക്കെ എന്താണ്? ഒരു പ്രവർത്തനമാണ്. ഇത്തരം പ്രവർത്തനങ്ങൾക്കാണ് ഫിഇൽ എന്ന് പറയുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫിഇൽ കൊണ്ട് തുടങ്ങുന്നതാണെങ്കിൽ അത് ജുംലത്തുൽ ഫിഇലിയായിരിക്കും. മനസ്സിലായോ മക്കളെ? വളരെ സിമ്പിളാണ്. ഇസ്മ കൊണ്ട് തുടങ്ങുന്നതാണെങ്കിൽ സാറേ ഉറപ്പിച്ചോളൂ, അത് ജുംലത്തുൽ ഇസ്മിയയാണ്. ജുംലത്തുൽ ഫിഇലിയ എന്ന് പറഞ്ഞാൽ ഫിഇൽ കൊണ്ട് തുടങ്ങുന്നതാണെങ്കിൽ ഉറപ്പിച്ചോളൂ, അതെന്താണ്? ജുംലത്തുൽ ഫിഇലിയാണ്. നോക്കൂ, ഉദാഹരണം നോക്കൂ. ദറസ പഠിച്ചു, അത് ഇസ്മാണോ മക്കളെ? ദറസ പഠിച്ചു എന്നുള്ളത് ഒരു ഇസ്മാണോ, ഒരു പേരാണോ, അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ പേരാണോ? അല്ല സാറേ, അതെന്താണ്? ഒരു ഫിഇലാണ്, ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ ദറസ മുഹമ്മദിൻ എന്നുള്ളിടത്ത് എന്താണ്? അത് ജുംലത്തുൽ ഫിഇലിയാണ്. കാരണം എന്താ? ഫിഇൽ കൊണ്ട് തുടങ്ങുന്നു. നോക്കൂ, അൽ യബു ഫിൽ ഫിനാഇൽ മദ്രസ അല്ലേ. അൽ അബു ഞാൻ കളിക്കുന്നു, അവൻ കളിക്കുന്നു. ഫിൽ ഇനാഇൽ മദ്രസ, ഫിൽ ഫിനാഇൽ മദ്രസ മദ്രസിന്റെ മുറ്റത്ത് അവൻ കളിക്കുന്നു എന്നുള്ളിടത്ത് നോക്കൂ. അൽ അബു എന്ന് പറഞ്ഞാൽ എന്താ പൊന്നുമക്കളെ? പറഞ്ഞാട്ടെ, ഫിഇലാണോ ഇസ്മാണോ? സാറേ ഒരു സംശയം ഞങ്ങൾക്കില്ല, അതെന്താണ്? ഫിഇലാണ്. കാരണം എന്താ? അൽ അബു എന്ന് പറഞ്ഞാൽ കളിക്കുന്നു എന്നാണ്. കളിക്കുക എന്നുള്ളത് ഒരു പ്രവർത്തനമല്ലേ? പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതൊരു ഫിഇലല്ലേ? ശരിയാണ്, ഓക്കെയാണ്, സെറ്റാണ്, അത് ഫിഇലാണ്. അതുകൊണ്ട് തന്നെ ഫിഇൽ എന്താന്ന് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ജുംലത്തുൽ ഇസ്മി എന്താന്ന് പറഞ്ഞാൽ ഇസ്മ കൊണ്ട് തുടങ്ങുന്നതാണെങ്കിൽ അത് ജുംലത്തുൽ ഇസ്മിയയാണ്. ഫിഇൽ കൊണ്ട് തുടങ്ങുന്നതാണെങ്കിൽ പഠിച്ചു വെച്ചോളാം മക്കളെ, അതെന്താണ്? ജുംലത്തുൽ ഫിഇലയാണ്. ഓക്കെയാണോ? സെറ്റാണോ? സെറ്റാണ് സാറേ അല്ലേ. ഇനി നോക്കൂ, രണ്ടാമത്തെ അന്നശാത്തുൽ അവൽ. നമ്മൾ ഒന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോവാണ്. നക്ര തസ്രീഹാത്തുൽ ആതിയത്തു വയുമയ്യിസു ഫി അൽ അദാത്ത് സിഇയ വഅർസുയിദ വനുഇദു മിൻഹാ ഫിക്റതൻ വജീസ. നമ്മളോട് പറയുന്നത് എന്താണെന്നറിയോ? ഈ അടിയിൽ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരിയായ പ്രസ്താവന അല്ലേ, ശരിയായിട്ടില്ല. അപ്പോൾ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്ന, ആരോഗ്യവുമായി ബന്ധപ്പെട്ട ശരിയായതിന് എന്ത് ചെയ്യണം? ശരിയെന്ന് അടയാളപ്പെടുത്തണം. തെറ്റായ പ്രസ്താവന, തെറ്റാണ് പറഞ്ഞത്, എന്ത് ചെയ്യണം? അത് തെറ്റിന്നും അടയാളപ്പെടുത്തണം. അപ്പോൾ നോക്കൂ, ഫസ്റ്റത്തെ വായിച്ച് നോക്കാലോ. മനസ്സിലായോ? വളരെ സിമ്പിളാണ്. ഈ കാര്യങ്ങളിൽ നിന്ന് ഒരു 5-6 കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ 5-6 കാര്യത്തിൽ നിന്ന് ആരോഗ്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയ്ക്ക് ശരിയെന്ന് അടയാളപ്പെടുത്തുക, തെറ്റായ പ്രസ്താവനയ്ക്ക് തെറ്റിന്ന് അടയാളപ്പെടുത്തുക. ഇത്ര പണിയേ ഉള്ളൂ. നോക്കൂ, അൽ ഇഹ്തിമാമു ബിത്തഹദിയാത്തു സലീമത്തിൻ മുതലമ്മിനത്തിൻ അൽ ബറൂത്തിനിയാത്ത് വൽ ഫിത്താമിനാത്ത്. എന്താ? വിറ്റാമിനുകളുള്ള ഭക്ഷണം, അതുപോലെ തന്നെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം. ഇത്തരം ഭക്ഷണങ്ങൾ നമ്മുടെ ഭക്ഷണത്തിലേക്ക് എന്ത് ചെയ്യുക? ക്രമീകരിക്കുക എന്നുള്ളത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ശരിയാണോ തെറ്റാണോ പ്രസ്താവന? പറഞ്ഞാട്ടെ, ശരിയാണല്ലോ. കാരണം എന്താ? ഭക്ഷണം കഴിക്കേണ്ടത് വിറ്റാമിൻ അടങ്ങിയതും പ്രോട്ടീനുകൾ അടങ്ങിയ ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ ആ പ്രസ്താവന ശരിയാണോ? ശരിയാണ് സാറേ. രണ്ടാമത് നോക്കൂ, തനാവുലുൽ അസ്മാക്ക്, മീനുകൾ കഴിക്കുക. ഓക്കെയാണ്. മീനുകൾ കഴിക്കുക എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ആ പ്രസ്താവന ശരിയാണെന്ന്. ബാക്കി വായിച്ചു നോക്കൂ. വൽ ലുഹൂം, ഇറച്ചിയും കഴിക്കണം. അപ്പോൾ മീനും ഇറച്ചിയൊക്കെ കഴിക്കണം. പക്ഷേ നോക്കൂ, അൽ ഫാസിദ അല്ലേ, മോശമായിട്ടുള്ള മീനുകൾ. അപ്പോൾ കേടുവന്നിട്ടുള്ള മീനുകളും കേടുവന്നിട്ടുള്ള ഇറച്ചികളും നമ്മൾ കഴിക്കണം. അതുപോലെ തന്നെ വൽ ഹുലുറുൽ മസ്മൂമാത്ത് അല്ലേ, നമ്മുടെ മറ്റേ വിഷങ്ങൾ കലർന്നിട്ടുള്ള പച്ചക്കറികൾ നമ്മൾ കഴിക്കണം. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? മക്കൾ തന്നെ പറഞ്ഞാട്ടെ, തെറ്റാണ്. കാരണം എന്താ? കേടുവന്നിട്ടുള്ള ഇറച്ചികളും കേടുവന്നിട്ടുള്ള മീനുകളും അതുപോലെ തന്നെ വിഷം കലർത്തപ്പെട്ട പച്ചക്കറികളും തിന്നുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണോ? അല്ല. അതെന്താണ്? വൈറസ്യാണ്, തെറ്റായ പ്രസ്താവനയാണ്. അതുകൊണ്ട് തെറ്റിന്ന് അടയാളപ്പെടുത്താം. ഓക്കെയാണോ? മൂന്നാമത്തേക്ക് വരൂ മക്കളെ. അൽ മുദാവമത്തു അലാ മുമാറസത്തിൻ നശാത്തത്തിൽ ബദനിയ. എന്താ പറയുന്നത്? ശാരീരികപരമായിട്ടുള്ള എക്സസൈസിൽ നമ്മൾ മുഴുകുക എന്നുള്ളത് അല്ലേ. അപ്പോൾ ശാരീരികമായിട്ടുള്ള എക്സസൈസുകൾ കീപ്പ് ചെയ്യുക എന്നുള്ളത് ശരിയായ പ്രസ്താവനയാണോ? നമ്മുടെ ശാരീരിക നിലയെ ക്രമീകരിക്കുന്ന, നമ്മുടെ ആരോഗ്യത്തെ ക്രമീകരിക്കുന്ന ശരിയായ പ്രസ്താവനയാണോ തെറ്റായ പ്രസ്താവനയാണോ? പറഞ്ഞാട്ടെ സാറേ. സംശയമില്ല, അത് ശരിയായ പ്രസ്താവനയാണ്. കാരണം എന്താ? എക്സസൈസ് നമ്മൾ നിയന്ത്രിക്കണം. അതുപോലെ തന്നെ അടുത്ത് നോക്കൂ, വൽ അൽ മുഹാഫലത്തു അലാ നളാഫത്തിൽ ജിസ്മിയിൽ വൽ ബിഅ. അൽ മുഹാഫലത്തു, നമ്മൾ എന്താണ്? സംരക്ഷിക്കണം. എന്ത് സംരക്ഷിക്കണം? അലാ നളാഫത്തിൽ
നലാഫത്തിൽ ജിസ്മി, ആരോഗ്യപരമായിട്ടുള്ള വൃത്തിയെ നമ്മൾ സംരക്ഷിക്കണം. അതുപോലെ തന്നെ വൽ ബി പരിസരമായിട്ടുള്ള അല്ലേ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വൃത്തി നമ്മൾ എന്ത് ചെയ്യണം, കാത്തു സൂക്ഷിക്കണം. പ്രസ്താവന ശരിയാണോ തെറ്റാണോ? അത് ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ അത് ശരിയാണ് സാറേ. അടുത്ത് നോക്കൂ, അൽ മുഹാഫലത്തു അലാ നലാഫത്തിൽ ജിസ്മി വൽ ബിയ. എന്താ അൽ മുഹാഫലത്ത്? രണ്ടും ഒരേ പ്രസ്താവനയാണ് അല്ലേ. ശാരീരികമായിട്ടും അതുപോലെ തന്നെ ശാരീരികവും അതുപോലെ തന്നെ പരിസ്ഥിതിയുമായിട്ടുള്ള കാര്യങ്ങൾ സംരക്ഷിക്കണം എന്നുള്ളത് എന്താണ്, ശരിയാണ് പ്രസ്താവനയാണ്. അടുത്ത് നോക്കൂ, തനാവുൽ ഖമ്മിയത്ത് ഖാഫിയത്ത് മിനൽ ഫവാക്കി വൽ ഹദറാത്ത് മിൻ വജബാത്തിൽ യൗമിയ അല്ലേ. ദിനേനയുള്ള ഭക്ഷണ ക്രമീകരണത്തിൽ വേണ്ടത്രയുള്ള പച്ചക്കറികളും അതുപോലെ തന്നെ വേണ്ടത്ര പഴങ്ങളും കഴിക്കുക എന്നുള്ളത് ശരിയായ പ്രസ്താവന ആണോ തെറ്റാണോ? സാറേ ശരിയായ പ്രസ്താവനയാണ്. നോക്കൂ, മുസാഹബത്തുൽ മുദഹിനീന വസ്ഹാബുൽ ആദത്ത് സഹി. എന്താ മുസാഹബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടുകൂടുക. ആരോടുമായിട്ട് കൂട്ടുകൂടുക? അൽ മുദഹിനീന അല്ലേ. അപ്പോൾ മയക്കുമരുന്നില്ലേ ചീത്ത കൂട്ടുകൂടുന്നവരോട് കൂട്ടുകൂടുക. അതുപോലെ തന്നെ വസ്ഹാബുൽ ആദത്ത് സഹിയ, മോശപ്പെട്ട കമ്പനിക്കാരുടെ കൂടെ കൂട്ടുകൂടുക എന്നുള്ളത് അത് നല്ല പ്രസ്താവനയാണോ തെറ്റായ പ്രസ്താവനയാണോ? മോശമായിട്ടുള്ള കൂട്ടുകാരുടെ കൂടെ കൂട്ടുകൂടിയാൽ അത് വളരെ മോശത്തരമാണ്. പല മോശങ്ങളിലേക്കും അത് നമ്മളെ നയിക്കും. അതുകൊണ്ട് തന്നെ ആ പ്രസ്താവന തെറ്റാണ്. ഒരിക്കലും നമ്മൾ മോശപ്പെട്ട ആളുകളോട് കൂടെ കൂട്ടുകൂടാൻ പാടില്ല. അതുപോലെ തന്നെ നോക്കൂ, ഖലാഉ വഖ്തിൻ തവീലിൻ ഹമാമ ശാശാത്തിൽ അൽ അജ്ഈസ വൽ ഇലക്ട്രോണിയ അല്ലേ. കമ്പ്യൂട്ടർ ഉപയോഗങ്ങളുടെ മുമ്പിൽ, ഫോൺ ഉപയോഗങ്ങളുടെ മുമ്പിൽ, ഫോണിൻ്റെ ഒക്കെ മുമ്പിൽ ഒരുപാട് നേരം നമ്മുടെ സമയത്തെ നമ്മൾ ചെലവഴിക്കുക എന്നുള്ളത് ആരോഗ്യത്തിന് നല്ലതാണോ ശരിയാണോ മോശമാണോ? ആരോഗ്യത്തിന് നല്ലതല്ല സാറേ, മോശമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടും ഈ പ്രസ്താവനയും തെറ്റാണ്. നോക്കൂ, അൽ ഇഖ്സാർ മിന തനാബുൽ അൻവാഇ ത്വാമി ശറാബി അൽ ഗനിയത്ത് ബി സുഖരിയാത്ത് വൽ അംലാഹ് അല്ലേ. നമ്മളോട് പറയുകയാണെന്ത്, അൽ ഇഖ്സാർ മിൻ തനാവിൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, അമിതമാക്കണം. എന്തിനെ? അൻവാ ത്വാമി ശറാബുൽ അൽ ഗനിയത്ത് അല്ലേ. ഭക്ഷണത്തിലെ പാനീയങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണം കഴിക്കുന്നതിലൊക്കെ നമ്മൾ അധികരിപ്പിക്കണം. ബി സുക്കരിയാത്ത് എന്താ? ഒരുപാട് ഷുഗർ നമ്മൾ അധികരിപ്പിക്കണം. അതുപോലെ തന്നെ വല്ല അംലാഹ്, ഒരുപാട് ഉപ്പുകൾ നമ്മൾ അധികരിപ്പിക്കണം. പ്രസ്താവന ശരിയാണോ തെറ്റാണോ? സാറേ സംശയമില്ല, പ്രസ്താവന തെറ്റാണ്. കാരണം ഭക്ഷണത്തിൽ ഒരുപാട് ഉപ്പുകളും അതുപോലെ തന്നെ ഒരുപാട് പഞ്ചസാരയുടെ ഉപയോഗം നമ്മൾ കുറയ്ക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ആ പ്രസ്താവന തെറ്റാണ് സാറേ. നോക്കൂ, അപ്പോൾ പ്രസ്താവനകൾ ശരിയും തെറ്റും നമ്മൾ എന്ത് ചെയ്തു, ഓർഡറാക്കി. ഇനി നോക്കൂ, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളോട് പറയുന്നത്. നുത്തർജിം നോക്കൂ, നുറാജിയു നഷാദു സാലിസ്, മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താണ്? നുറാജിയു നസ്വനുജ്സി മുനാഖശത്തിൻ ഖാമത്തിൻ ഹൗൽ മൗദു അസിയത്തു വനമത്തുൽ ഹയാത്ത്. അസിഹത്തു വനമത്തുൽ ഹയാത്ത്, ആരോഗ്യവും അതുപോലെ തന്നെ ആരോഗ്യ ശുചിത്വവും എന്നുള്ള വിഷയത്തിൽ നമ്മളോട് എന്താണ് പറയുന്നത്? ഒരു മൗദൂയിൽ ഒരു എന്ത് ചെയ്യണം, ചെറിയൊരു പാരഗ്രാഫ് നമ്മളോട് തയ്യാറാക്കണം. അതെന്ത് ചെയ്യുക, ഇത്തരം പറഞ്ഞ കാര്യങ്ങൾ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു മനോഹരമായിട്ടുള്ള പാരഗ്രാഫ് തയ്യാറാക്കുക. നോക്കൂ, അൻ നഷാത്തു റാബി, നാലാമത്തെ ആക്ടിവിറ്റി എന്താ നമ്മളോട്? നഷാത്തു റാബി എന്ന് പറഞ്ഞാൽ നുത്തർജിമിൽ ഫിക്രത്തുൽ ആത്തിയിൽ അറബിയ, അറബിയിലേക്ക് എന്താണ് നമ്മളോട് കൺവേർട്ട് ചെയ്യാനാണ്. അപ്പോൾ അറബിയിലേക്ക് എന്ത് ചെയ്യണം, ട്രാൻസ്ലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറയുന്നത്. നോക്കൂ, ഹെൽത്ത് ഈസ് വൺ ഓഫ് ദ ഗ്രേസസ് ഓഫ് ഗോഡ് the Almighty. Everyone of us must express gratitude to him. Protection of health is the responsibility of every individual അല്ലേ. ഈ ഇംഗ്ലീഷ് എന്ത് ചെയ്യണം, നമ്മൾ വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്യണം, അറബിയിലേക്ക് കൺവേർട്ട് ചെയ്യണം, അറബിയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യണം. ഓക്കെ ആണോ? നോക്കൂ, ഹെൽത്ത് ഈസ് വൺ ഓഫ് ദി ഗ്രേസസ് ഓഫ് ഗോഡ് ദ ആൽമൈറ്റി. എന്താ ഇതിൻ്റെ അർത്ഥം? ആരോഗ്യം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞേകിയിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. നോക്കൂ, അപ്പോൾ നോക്കൂ, ആരോഗ്യം എന്നുള്ളതിൻ്റെ അറബി എന്താ? അസ്സിഹത്ത് അല്ലേ. അസ്സിഹത്തു, ആരോഗ്യം എന്നുള്ളത്, അസ്സിഹത്തു ആരോഗ്യം എന്നുള്ളത് എന്താണ്? നിഅ്മത്തുൻ, അതൊരു അനുഗ്രഹമാണ്. എന്തനുഗ്രഹമാണ്? മിൻ നിഅമില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഒരു വലിയ അനുഗ്രഹമാണ് എന്ത് മക്കളെ? ആരോഗ്യം എന്നുള്ളത് അല്ലേ. മിൻ നിഅമില്ലാഹി തആല, മിൻ നിഅമില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓൾമൈറ്റി, ദ ഓൾമൈറ്റി എന്ന് പറഞ്ഞതിൻ്റെ അറബിയാണെന്ത്? തആല എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആരോഗ്യം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞേകിയിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ്. നോക്കൂ, അതിനുശേഷം പറയുന്നത് everyone of us must express gratitude to him അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാവരും അതിന് സ്തുതി കർപ്പിക്കൽ എന്താണ്? നിർബന്ധമാണ്. അലൈന നമ്മുടെ മേൽ നിർബന്ധമാണ്. എന്ത് നിർബന്ധമാണ് മക്കളെ? അഷ്കുറഹു അൻ നഷ്കുറഹു, നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ സ്തുതിക്കണം അല്ലേ. അൻ നഷ്കുറഹു അള്ളാഹുവിനെ സ്തുതിക്കണം. എന്തിൻ്റെ വിഷയത്തിൽ? ഹിമായത്തു അസിഹത്തുൽ മസ്ഊലിയ അല്ലേ, ആരോഗ്യ സംരക്ഷണം.
അസിഹത്തുൽ മസ്ഊലിയത്തിന് കുല്ലി ഫറദിൻ അല്ലേ. അപ്പോൾ നോക്കൂ, അലൈന നഷ്കുറഹു, നമ്മുടെ മേൽ എന്ത് ചെയ്യാനാണ്? അവനെ സ്തുതിക്കൽ അല്ലേ. അവനെ സ്തുതിക്കൽ എന്ത് ചെയ്യാനാണ്? നമ്മുടെ മേലിൽ വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അടുത്തത് നോക്കൂ, എവരി വൺ ഓഫ് ദി മസ്റ്റ് എക്സ്പ്രസ് ദ ഗ്രാറ്റിറ്റ്യൂഡ് ഓഫ് ഹിം. അതിൻ്റെ അറബിയാണ് എന്ത്? അലൈന അൻ നഷ്കുറഹു, നമ്മൾ അവനക്ക് സ്തുതി കർപ്പിക്കൽ എന്താണ്? നിർബന്ധമാണ്. അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ഹെൽത്ത് ഈസ് റെസ്പോൺസിബിലിറ്റി ഓഫ് എവരി ഇൻഡിവിജ്വൽ. അതിൻ്റെ അറബി എന്താ പറയുക? അൽ ഹിമായത്തു അല്ലേ. ഹിമായത്തു സിഹിയ, ഹിമായത്തു സിഹിയ ആരോഗ്യ സംരക്ഷണം എന്നുള്ളത്. ഹിമായത്തു സിഹിയ ആരോഗ്യ സംരക്ഷണം എന്നുള്ളത് എന്താണ് മക്കളെ? ഹിമായത്തു സിഹിയ മസ്ഊലിയത്തുൻ. മസ്ഊലിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? റെസ്പോൺസിബിലിറ്റി. അപ്പോൾ മസ്ഊലിയത്തുൻ അതൊരു ഉത്തരവാദിത്തമാണ്. ആരുടെ? മിൻ കുല്ലി ഫർദ്, ഓരോ വ്യക്തികളുടെയും ഉത്തരവാദിത്തം എന്താണ്? എന്ത്? ആരോഗ്യ സംരക്ഷണം എന്നുള്ളത് അല്ലേ. അപ്പോൾ മിൻ കുല്ലി ഫർദിൻ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്ത്? ആരോഗ്യ സംരക്ഷണം എന്നുള്ളത്. നോക്കൂ, എന്നിട്ട് പറയുന്നത് ലുക്യൂർ ആൻഡ് നാർക്കോട്ടിക്സ് ആർ ദ എനിംസ് ഓഫ് ദ ഇൻഡിവിജ്വൽസ് അല്ലേ. അപ്പോൾ മദ്യപാനവും അതുപോലെ തന്നെ മയക്കുമരുന്നും എന്താണ്? നമ്മുടെ ശരീരത്തെ എന്ത് ചെയ്യുന്നു? ഓരോരുത്തരുടെയും ശരീരത്തെ എന്ത് ചെയ്യുന്നു? അത് ഇല്ലാതാക്കി കളയുന്നു. അപ്പോൾ നോക്കൂ, മദ്യപാനത്തിൻ്റെ ലിക്യൂർ എന്ന് പറഞ്ഞാൽ എന്താ? മദ്യപാനം. അതിൻ്റെ അറബി എന്തായിരുന്നു? അൽ ഹുമൂർ അല്ലേ. അൽ ഹുമൂർ. അതുപോലെ തന്നെ നാർക്കോട്ടിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? മയക്കുമരുന്നുകൾ. അതിൻ്റെ അറബി എന്തായിരുന്നു? വൽ മുഅദ്ദിറാത്ത് അല്ലേ. അതൊക്കെ പാഠഭാഗത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വൽ മുഅദ്ദിറാത്തു മറ്റേ മയക്കുമരുന്നും അതുപോലെ തന്നെ ഈ കള്ളും എന്നുള്ളത് എന്താണ്? അതുവൻ, അത് ശത്രുവാണ്. എനിംസ് എന്ന് പറഞ്ഞാൽ എന്താ? എനിംസ് എന്ന് പറഞ്ഞാൽ ശത്രു അല്ലേ. അതുവൻ അൽ അഫ്രാദ് വ്യക്തിപരമായിട്ടുള്ള എല്ലാവരുടെയും ശത്രുക്കളാണ്. അതുപോലെ തന്നെ വൽ ഉസ്റത്തു വൽ മുജ്തമിയും അല്ലേ. അപ്പോൾ ഇൻഡിവിജ്വൽ ആൻഡ് ഫാമിലീസ് ആൻഡ് സൊസൈറ്റി. ഫാമിലീസ് എന്നുള്ളതിന് എന്താ പറയുക? വൽ ഉസ്റത്ത് അല്ലേ. കുസ്റത്ത് കുടുംബം അല്ലേ. ഫാമിലീസ്. അതുപോലെ തന്നെ സൊസൈറ്റിക്ക് എന്താ പറയുക? അൽ മുജ്തമി വൽ മുജ്തമി. അപ്പോൾ വൽമുജ്തമി അപ്പോൾ കൂട്ടമായിട്ടില്ലേ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് എന്ത്? ആ കള്ളിൽ നിന്നും അതുപോലെ തന്നെ കള്ളും അതുപോലെ തന്നെ മയക്കുമരുന്നും എന്നുള്ളത്. അതും അത് ശത്രുവാണ്. അൽ ഇഫ്രാദ് അല്ലേ. അൽ ഇഫ്രാദ് എല്ലാ വ്യക്തികൾക്കും അതെന്താണ്? ശത്രുവാണ്. അതുപോലെ തന്നെ ലുസ്രത്ത് എല്ലാ കുടുംബത്തിനും അത് ശത്രുവാണ്. അതുപോലെ തന്നെ മുജ്തമി അല്ലേ, കൂട്ടത്തിനും കുടുംബത്തിനും എല്ലാവർക്കും എന്താണ്? മദ്യപാനം എന്നുള്ളത് എന്താണ്? ശത്രുവാണ്. നോക്കൂ മക്കളെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്തത്. ഇതിൽ പറഞ്ഞ അധിക കാര്യങ്ങൾ എന്താണ്? നമ്മുടെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടില്ല. കിതാബിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. നോക്കൂ, ശരിയാണല്ലോ. ശരിയാണ് സാറേ. ഇനി അടുത്ത് നോക്കൂ, നശാത്തുൽ ഹാമിസ് 5ാമത്തെ ആക്ടിവിറ്റി. അപ്പം എന്ത് ചെയ്യുക? ഇങ്ങനത്തെ ഒരു സാധനം നിങ്ങൾ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും ട്രാൻസ്ലേഷൻ ചെയ്ത് പഠിക്കുക. വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാൻ തരുള്ളൂ. അതെന്ത് ചെയ്യുക? അതേപോലെ പഠിച്ചു വെക്കുക. അടുത്ത് നോക്കൂ, നശാത്തുൽ ഹാമിസ് 5ാമത്തെ ആക്ടിവിറ്റിയാണ് നുലാഹിദു അൽ ഫിക്രത്തുൽ ആതിവ വ യുമയ്യിസു മിൻഹ മുലാഫ് മുലാഫ് ഇലൈഹി കമാ ഫിൽ മിസാൽ. ഉദാഹരണത്തിലുള്ളതുപോലെ തന്നെ മുലാഫിലീനെ വേർതിരിച്ച് എഴുതാനാണ് പറയുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഈ മുലാഫ്, എന്താണ് ഈ മുലാഫിലി. നോക്കൂ, ഇവിടെ നോക്കൂ, ഹാജത്തുൽ ഇൻസാൻ അല്ലേ, മനുഷ്യൻ്റെ ആവശ്യം എന്നുള്ളതാണ് ഹാജത്തു. അതുപോലെ തന്നെ ഇൻസാൻ. നോക്കൂ, ഹാജത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യം എന്നാണ് അർത്ഥം. ഹാജത്ത് ശരിക്കും ഇങ്ങനെ ഇത് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഹാജാത്തുൻ എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങൾ. അതുപോലെ തന്നെ അൽ ഇൻസാനു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. അപ്പോൾ ഹാജാത്തുൻ എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങൾ, ഇൻസാനു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. ഇത് രണ്ടും വേറെ വേറെ ഉള്ള കാര്യങ്ങളാണല്ലോ. ഇതിനൊന്നും കൊണ്ട് കൂട്ടി യോജിപ്പിക്കണം. അപ്പോൾ ആജാത്തുൻ എന്നുള്ളതും അൽ ഇൻസാനും എന്നുള്ള വാക്ക് കൂട്ടി യോജിപ്പ് നമ്മൾ എഴുതിയപ്പോൾ ഹാജാത്തു ഇൻസാനി അവിടെ എന്തായി? ആ 2 തൻവീനുള്ളിടത്ത് എന്ത് ചെയ്ത്? ഒരു തൻവീന് പോയി. അപ്പോൾ ഹാജാത്തു ഇൻസാനി എന്നുള്ളിടത്ത് എന്തായി? ആ വേർഡ് പരസ്പരം കൂട്ടി യോജിച്ചു. മനസ്സിലായോ? അപ്പോൾ ആ വേർഡുകളെ പരസ്പരം എന്ത് ചെയ്ത്? ചേർത്ത് പറഞ്ഞു. അപ്പോൾ ഹാജാത്തുൻ എന്നുള്ള ഒരു വേർഡിനെയും ഇൻസാനി എന്നുള്ള മറ്റൊരു വേർഡിനെയും കൂടെ പറഞ്ഞപ്പോൾ, ഒരുമിച്ച് പറഞ്ഞപ്പോൾ ഹാജത്തു ഇൻസാനി മനുഷ്യൻ്റെ ആവശ്യം എന്നുള്ള അർത്ഥം കിട്ടി. ആദ്യം എങ്ങനെയായിരുന്നു അർത്ഥം? ഹാജാത്തുൻ ആവശ്യങ്ങൾ, അതുപോലെ തന്നെ ഇൻസാനു മനുഷ്യൻ. ഇത് രണ്ടും എന്തില്ല? പരസ്പരം കണക്ഷൻ ഇല്ല. ഇതിനോട് നമ്മൾ കണക്ഷൻ ആക്കാനാണ് നമ്മൾ മുലാഫിലെ എന്ന് പറയുക. അപ്പോൾ നോക്കൂ, ഹാജാത്തു ഇൻസാൻ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ. അപ്പം എന്തായി? ആ വേർഡുകൾ പരസ്പരം കണക്റ്റായി. ഇതിനാണ് എന്തെന്ന് പറയുക? ഹിലാഫത്ത് എന്ന് പറയുക. ഹിലാഫത്ത് എന്ന് പറഞ്ഞാൽ പരസ്പരം എന്ത് ചെയ്യാനാണ്? ഹിലാഫത്ത് എന്ന് പറഞ്ഞാൽ പരസ്പരം വാക്കുകൾ എന്ത് ചെയ്യാണ്? കണക്ട് ചെയ്യിപ്പിക്കുക. അതിനാണ് എന്തെന്ന് പറയുക? ഹിലാഫത്ത് എന്ന് പറയുക. അപ്പോൾ നോക്കൂ, ഹിലാഫത്ത് എന്ന് പറഞ്ഞാൽ പരസ്പരം കണക്ട് ചെയ്യലല്ലേ. അപ്പോൾ ഹാജാത്തുൻ എന്നുള്ളത് മുലാഫുൻ. അതുപോലെ തന്നെ എന്തൊരു കാര്യത്തിലേക്കാണ് ആവശ്യങ്ങൾ, അതെന്തൊരു കാര്യത്തിലേക്കാണ് നമ്മൾ ബന്ധപ്പെടുത്തുന്നത്? മനുഷ്യൻ എന്നുള്ള കാര്യത്തിലേക്കാണ്. അപ്പോൾ എന്തൊരു കാര്യത്തെയാണ് മറ്റൊരു കാര്യത്തിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ
അവിടെ ആദ്യം പറയുന്നത് മുലാഫും രണ്ടാമത് വരുന്നത് മുലാഫിലെയും ആയിരിക്കും. അത് പഠിച്ചു വെക്കുക, അത് മനസ്സിലാക്കി വെക്കുക. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. രണ്ട് വാക്കുകൾ, ഹാജാത്തുൻ എന്ന് പറയുന്ന ഒരു വാക്ക്, ആവശ്യങ്ങൾ എന്ന് പറയുന്ന ഒരു വാക്കിനെയും മനുഷ്യൻ എന്ന് പറയുന്ന വാക്കിനെയും രണ്ടും പരസ്പരം വൈരുദ്ധ്യമല്ല, രണ്ട് പരസ്പരം കണക്ഷൻ ഇല്ലാത്തൊരു വാക്കിന് നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ടിനെയും കൂടി കൂട്ടിച്ചേർത്ത് പറയുന്നു. ഹാജത്തു ഇൻസാൻ എന്ന് പറയുന്നു, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ എന്ന് പറയുന്നു. അതിനാണ് എന്തെന്ന് പറയുക, മുലാഫ് മുലാഫിലെ എന്ന് പറയുക. അതിൽ ആദ്യം പറയുന്ന കാര്യം ഹാജത്തു എന്നുള്ളത് മുലാഫും അതുപോലെ തന്നെ ഇൻസാൻ എന്നുള്ളത് എന്താവും, മുലാഫിലെയും ആകും. മനസ്സിലായോ? അപ്പോൾ ഹാജത്തുൻ എന്നുള്ളത് മുലാഫുൻ, അതുപോലെ തന്നെ ഇൻസാനും എന്നുള്ളത് മുലാഫിലെയും ആകും. ആദ്യം പറയുന്നത് മുലാഫായിരിക്കും, രണ്ടാമത് പറയുന്നത് മുലാഫിലെ ആയിരിക്കും. എന്തായി മുലാഫ്, എന്തായി മുലാഫിലെ എന്ന് ചോദിച്ചാൽ എൻ്റെ പൊന്നുമക്കൾ പറയണം, എന്താണ്? പരസ്പരം രണ്ട് വാക്കുകൾ എന്ത് ചെയ്യലാണ്, കണക്ട് ചെയ്യിപ്പിക്കലാണ്, അല്ലേ? അപ്പോൾ രണ്ട് കണക്ഷൻ ഇല്ലാത്ത വാക്കുകളെ പരസ്പരം കണക്ട് ചെയ്യിപ്പിക്കലാണ് എന്ത്, ഈ പരസ്പരം കണക്ട് ചെയ്യിപ്പിക്കലാണ് മുലാഫ് മുലാഫിലെയും. ഓക്കെ ആണോ? മുലാഫ് മുലാഫിൽ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതിനെ പരസ്പരം കണക്ട് ചെയ്യിപ്പിക്കുന്നത് അറബിയാണ് എന്ത്, ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഹാജത്തുൻ എന്നുള്ള ഹാജാത്തുൻ എന്ന് പറയുന്ന വാക്കിനെയും ഇൻസാൻ എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ എന്ത് ചെയ്യുന്നു, ഹാജത്തു ഇൻസാനും, അല്ലേ? നോക്കൂ, ഇവിടെ നോക്കൂ, ഉദാഹരണത്തിൽ നോക്കൂ, ഹാജത്തു ഇൻസാനും മനുഷ്യൻ്റെ ആവശ്യങ്ങൾ എന്നുള്ള അർത്ഥം കിട്ടുന്നു. അപ്പോൾ ഇവിടെ ഹാജത്തു എന്നുള്ളത് മുലാഫാണ്. ആ മുലാഫ് ഇതിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, അത് മുലാഫിലെയും ആയിരിക്കും. അപ്പോൾ നമ്മളോട് പറഞ്ഞത് എന്താണ്, ഇതേപോലെ എന്തിനാണ് ഇതിൽ നിന്ന് വേർതിരിച്ച് എഴുതാനാ പറയുന്നത്. നോക്കൂ, ഇദാ തുഫൂലിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഇദാ എന്ന് പറഞ്ഞാൽ അൽ ഇദാ, ഇവിടെ ശരിക്കും എങ്ങനെയാ വരിക, ഇദാഉൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണം. അതുപോലെ തന്നെ തുഫൂലത്തുൻ. അപ്പോൾ ഇതാ എന്ന് പറഞ്ഞാൽ ഭക്ഷണം, തുഫൂലത്തുൻ കുട്ടികൾ. ഇവിടെ എന്ത് പറഞ്ഞു, ഇതാ തുഫൂലത്തി, എന്താ, മക്കളുടെ കുട്ടികളുടെ ഭക്ഷണം എന്നുള്ളത് ഇത് കൂട്ടി പറഞ്ഞു. അപ്പോൾ നോക്കൂ, ഇവിടെ ഇതാ എന്നുള്ളത് എന്താണ്, മുലാഫാണ്. മനസ്സിലായോ? ഇതാ എന്നുള്ളത് മുലാഫാണ്. അതുപോലെ തന്നെ തുഫൂലത്ത് എന്നുള്ളത് എന്താണ്, മുലാഫിലെയാണ്. നോക്കൂ മക്കളെ, ഇവിടെ തുഫൂലിയത്തി, അതുപോലെ തന്നെ നോക്കൂ, അഅദിയത്തുൽ മുറാഹക്ക, അതുപോലെ തന്നെ എന്താണ്, കമ്മിയത്തി സുക്കർ. അപ്പോൾ ഇതൊക്കെ എന്താണ്, മുലാഫിലെയുമാണ്. ഇവിടെ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മുലാഫിലേക്ക് എപ്പോഴും എന്തായിരിക്കും, കസറായിരിക്കും. നോക്കൂ, ആജാത്തു ഇൻസാനി എന്നുള്ളത് ഇൻസാനി എന്നുള്ളതിന് എന്താണ്, കസറാണ്. അടിയിലാണ് കെസർ. അപ്പോൾ അതെന്താണ്, അത് എല്ലായ്പ്പോഴും മുലാഫിലേക്ക് എന്തായിരിക്കും, കെസറായിരിക്കും എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. മനസ്സിലായോ? നോക്കൂ, ഇദാഹു തുഫൂലത്തി എന്നുള്ളത് എന്താണ്, കെസറാണ്. അതുപോലെ തന്നെ അഅദിയത്തുൽ മുറാഹിക്കത്തി, അതും എന്താണ്, കെസറാണ്. അപ്പോൾ എല്ലാ മുലാഫിലേക്കും കെസറാണ് വരിക എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. എന്താ മുലാഫ്, എന്താ മുലാഫിലേയും ചോദിച്ചാൽ പരസ്പരം രണ്ട് വാക്കുകളെ കണക്ട് ചെയ്യിപ്പിക്കലാണ്. ഇവിടെ നോക്കൂ, ഇദാഉ എന്ന് പറഞ്ഞാൽ ഭക്ഷണം, അതുപോലെ തുഫൂലത്ത് എന്ന് പറഞ്ഞാൽ കുട്ടി. ഇത് രണ്ടും രണ്ടും കണക്ഷൻ ഇല്ലാത്ത വാക്കായിരുന്നു. പക്ഷേ നമ്മൾ ഉപയോഗിച്ചപ്പോൾ എന്ത് പറഞ്ഞു, ഇദാഉ തുഫൂലത്തി, കുട്ടികളുടെ ഭക്ഷണം എന്ന് എന്ത് ചെയ്തു, ചേർത്ത് പറഞ്ഞു. അതുകൊണ്ട് ഇദാ എന്നുള്ളത് മുലാഫായി, തുഫൂലത്ത് എന്നുള്ളത് എന്തായി, മുലാഫിലെയായി. നോക്കൂ, അഅദിയത്ത് എന്ന് പറഞ്ഞാൽ ഭക്ഷണമാണ്, അൽ മുറാഹിക്ക എന്ന് പറഞ്ഞാൽ വലിയ ആളുകളുടെ, അല്ലേ? അപ്പോൾ കൗമാരക്കാരുടെ ഭക്ഷണം വ്യത്യസ്തമാണെന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ നോക്കൂ, അൽ അഅദിയത്ത് എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്നുള്ളതും അതുപോലെ തന്നെ മുറാഹക്ക എന്ന് പറഞ്ഞ വാക്കും എന്ത് ചെയ്തു, പരസ്പരം ചേർത്ത് പറഞ്ഞു. അപ്പോൾ ആദ്യം പറഞ്ഞ വാക്ക് മുലാഫാണ്, രണ്ടാമത് പറഞ്ഞ വാക്ക് എന്താണ്, മുലാഫിലെയാണ്. അപ്പം എന്ത് ചെയ്യുക, ഇവിടേക്ക് എഴുതിയെടുക്കാലോ, അഅദിയത്ത്, അല്ലേ? മനസ്സിലായല്ലോ, അഅദിയത്ത്. അതുപോലെ തന്നെ അൽ മുറാഹക്കത്തുൻ, രണ്ടും എന്താണ്, മുലാഫിലെയുമാണ്. അതുപോലെ തന്നെ കമ്മിയത്ത് സുക്കർ എന്ന് പറഞ്ഞാൽ എന്താ, കമ്മിയത്ത് എന്ന് പറഞ്ഞാൽ അളവ്, സുക്കർ എന്ന് പറഞ്ഞാൽ എന്താ, പഞ്ചസാര, അല്ലേ? അപ്പോൾ നോക്കൂ, കമ്മിയത്തുൽ അസുക്കർ, രണ്ടും വേറെ വേറെ വേർഡുകളായിരുന്നു. പക്ഷേ കമ്മിയത്തി സുക്കർ എന്ന് പറഞ്ഞപ്പോൾ എന്തായി, രണ്ടും മുലാഫിലെയുമായി. അപ്പോൾ പരസ്പരം ചേർത്ത് വേണ്ടി പറഞ്ഞു, അല്ലേ? ചേർത്ത് പറഞ്ഞു. അപ്പോൾ കമ്മിയത്ത് എന്നുള്ളത് മുലാഫാണ്, അതുപോലെ തന്നെ സുക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്, മുലാഫിലെയാണ്. മനസ്സിലായോ? മുലാഫിലെയും ഒരു പക്ഷേ ചില ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. വളരെ സിമ്പിളാണ് മക്കളെ, ഓരോ ടെൻഷനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. എന്താ മുലാഫ്, എന്താ മുലാഫിലെ എന്ന് ചോദിച്ചാൽ, മുലാഫിലെ എന്ന് പറഞ്ഞാൽ രണ്ട് പരസ്പരം കണക്ഷൻ ഇല്ലാത്ത രണ്ട് വാക്കുകൾ എന്ത് ചെയ്യുന്നു, പരസ്പരം കണക്ട് ചെയ്യുന്നു. നോക്കൂ, നമ്മൾ ഒരു ഉദാഹരണം ഇവിടെ എഴുതി തന്നു, ഹാജാത്തുൻ, അല്ലേ? ഹാജാത്തുൻ എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങളാണ്, ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യർ എന്നാണ്. അപ്പോൾ നമ്മൾ ഒരാളോട് ഹാജാത്തുൻ ഇൻസാൻ, മനുഷ്യൻ, ആജാത്തുൻ ആവശ്യങ്ങൾ, ഇൻസാൻ മനുഷ്യൻ എന്ന് പറഞ്ഞെന്തില്ല, പരസ്പരം ഒരു കണക്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഹിലാഫത്ത് ചെയ്യുന്നു, പരസ്പരം രണ്ടിനെയും കണക്ട് ചെയ്യുന്നു. അപ്പോൾ എന്തായിരിക്കും, ആജത്തുൽ ഇൻസാൻ, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ എന്നുള്ള അർത്ഥം കിട്ടി. അപ്പോൾ അതെന്താണ്, പരസ്പരം ഒരു കണക്ഷൻ ഉണ്ട്, അല്ലേ? ആദ്യം നമ്മൾ പറഞ്ഞു നോക്കൂ, ആജത്തുൻ ആവശ്യങ്ങൾ, അൽ ഇൻസാൻ മനുഷ്യൻ, രണ്ടും എന്തില്ല, ഒരു അർത്ഥം കിട്ടുന്നില്ല, രണ്ട് യോജിക്കുന്നില്ല. അപ്പോൾ നമ്മളെ പരിപാടി എന്താ, ഇത് രണ്ടിനെയും യോജിപ്പിക്കണം.
അതിനാണ് ഇലാഫത്ത് എന്ന് അറബി പറയുക. നമ്മൾ രണ്ടിനെയും യോജിപ്പിച്ചു, ഹാജാത്തു ഇൻസാൻ എന്നാക്കി. ആ രണ്ട് തൻവീൻ അല്ലേ, ഹാജാത്തു എന്നുള്ളടുത്ത് ആ തൻവീൻ നമ്മൾ എന്ത് ചെയ്തു, ഒഴിവാക്കിയിട്ട് ഹാജാത്തു എന്നുള്ള സുക്കു മാത്രം കൊടുത്ത്, ലൊമ്പ് മാത്രം കൊടുത്ത്. നോക്കൂ, അൽ ഇൻസാൻ. അപ്പോൾ ഹാജാത്തു ഇൻസാനു എന്നുള്ളടുത്ത് എന്ത് ഇൻസാനി എന്നാക്കി. അപ്പോൾ ഹാജാത്തു ഇൻസാനി, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ എന്നുള്ള അർത്ഥം കിട്ടി, പരസ്പരം കണക്റ്റായി. അടുത്ത് നോക്കൂ, ഇദാ ഉ അത്തുഫൂല, രണ്ടും വേറെ വേറെ വാക്കായിരുന്നു. ഇദാ ഉൻ ഭക്ഷണം, അത്തുഫൂല കുട്ടി, രണ്ടും എന്ത് ചെയ്യുന്നില്ല, പരസ്പരം കണക്ഷൻ ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഇദാ തുഫൂല എന്ന് പറഞ്ഞു, കുട്ടികളുടെ ഭക്ഷണം എന്ന് പറഞ്ഞു. അപ്പം എന്തായി, പരസ്പരം കണക്ഷൻ കിട്ടി. അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതിൽ അല്ലെ ഇദാ എന്നുള്ളത് മുദാഫാണ്, അതിനോട് കണക്ട് ചെയ്ത് വരുന്നതാണ് എന്ത്, അത്തുഫൂലത്ത്, കുട്ടി, കുട്ടിയുടെ ഭക്ഷണം എന്നാണല്ലോ. അപ്പോൾ ആദ്യം പറഞ്ഞത് മുദാഫായിരിക്കും, പിന്നീട് പറഞ്ഞത് എന്തായിരിക്കും, മുദാഫിലേ ആയിരിക്കും എന്ന് എന്ത് ചെയ്യുക, മക്കൾ പഠിച്ചു വെക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാ കാര്യങ്ങളും എന്താണ്, വളരെ എളുപ്പമാണ്. അപ്പോൾ എളുപ്പത്തോടെ പഠിച്ചാൽ എളുപ്പത്തോടെ മാർക്ക് വാങ്ങാം. പ്രയാസപ്പെട്ട് പഠിച്ചാൽ, കഷ്ടപ്പെട്ട് പഠിച്ചാൽ എന്ത് ചെയ്യും, കഷ്ടപ്പെട്ട് മാർക്ക് വാങ്ങാൻ കഴിയും. എളുപ്പത്തോടെ പഠിച്ചാൽ നല്ല മാർക്ക് എന്ത് ചെയ്യാൻ കഴിയും, എല്ലാവർക്കും വാങ്ങാൻ കഴിയും. അപ്പോൾ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് നല്ല ആരോഗ്യമായിട്ടുള്ള മക്കളായിട്ട് വളരണം. ഞാനും സാറും മക്കളും ഒക്കെ എന്ത് ചെയ്യണം, നല്ല ആരോഗ്യമായിട്ട് മാനസികവും ശാരീരികവും സാമൂഹികപരമായിട്ടുള്ള ആരോഗ്യം നമ്മൾ എന്ത് ചെയ്യണം, സൃഷ്ടിച്ചെടുക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, നല്ല രീതിയിൽ പഠിക്കണം, പഠിച്ചതൊക്കെ പാഠം ഉൾക്കൊള്ളണം. മുലാഫ് എന്താ, മുലാഫിലെ എന്തെന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എന്താണ് ജുംല അല്ലേ, ജുംലത്തുൽ ഇസ്മി എന്താ, ജുംലത്തുൽ ഫീലി എന്താന്ന് പറഞ്ഞ കാര്യം അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, അതുപോലെ തന്നെ അടിയിൽ കൊടുത്തത് പ്രസ്താവനകൾ ശരിയേതാ തെറ്റാതാന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങൾ മനോഹരമായിട്ട് പഠിച്ചാൽ നല്ല മാർക്ക് എല്ലാവർക്കും വാങ്ങാൻ കഴിയും. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല മാർക്ക് വാങ്ങുക, എല്ലാവരും നല്ല ഉഷാറായിട്ട് പഠിക്കുക. എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. ജസാക്കുമുല്ലാഹ് ഖൈറൻ, ശുക്രൻ ലക്കും. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, വീണ്ടും വരാം. അപ്പോൾ ക്ലാസ്സിൻ്റെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ട് കമൻറ്റ് ചെയ്യണം, നിർബന്ധമായിട്ട് രേഖപ്പെടുത്തണം. എങ്കിൽ മാത്രമേ ക്ലാസ് മെച്ചപ്പെടുത്താൻ കഴിയണോ വേണ്ട എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് എല്ലാവരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ജസാക്കുമുല്ലാഹ് ഖൈറൻ, ശുക്രൻ 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 ലക്കും യാ തുല്ലാബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.